ഇതുപോലെ ഒരു മീഡിയയുടെ ഫ്രണ്ട് വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവര് മനുഷ്യരെ തിന്നുന്നത് ഞാൻ കണ്ടു. ലിറ്ററലി പ്ലേയിങ് ഗോഡ് ആകാൻ നോക്കാന്ന് എനിക്ക് തോന്നുന്നു. അയാൾ വിചാരിക്കാതെ എനിക്ക് കൈ പോലും പൊക്കാനൊക്കത്തില്ല. സൂട്ടൊക്കെ ഉണ്ടാവും. അത് കാണിച്ചില്ലായിരുന്നോ? മാർച്ചിൽ എത്തിക്കഴിയുമ്പോൾ അവരൊരിക്കലും പടം ഇറക്കാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം പശുക്കള് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ജീവി. എനിക്കാണെങ്കിലും ഇപ്പൊ നമുക്ക് ആർക്കും കാണുമ്പോൾ അതിനെ കൊല്ലാൻ തോന്നത്തില്ല. കോഴി നിന്നെ എന്ത് ചെയ്ത് സക്കറിന്റെ തൊഴിൽ ചെയ്യിപ്പിച്ചു. ഒന്നുമില്ല. വേർ ഈസ് കേരള ഇൻ ദി മൂവി, കേരള സ്റ്റോറി അവന്റെ സോ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 8 അല്ലേ? എപ്പിസോഡ് നമ്പർ 8. ഇന്ന് കുറച്ച് അടിപൊളി ടോപ്പിക്കുകളുണ്ട്. ലാസ്റ്റ് വീക്കിലെ നമ്മുടെ ക്രിക്കറ്റിന്റെ സംഭവങ്ങൾ. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് ക്രിക്കറ്റ്. ബട്ട് ദെൻ എനിക്ക് അറിയത്തില്ല ആൾക്കാർ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന്. പക്ഷേ സ്റ്റിൽ ഇന്ന് ക്രിക്കറ്റിൻ്റെ ചെറിയൊരു ടോപ്പിക് ഉണ്ട് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട്. ആൻഡ് ദെൻ ഇന്ന് സാധാരണ ഇടുന്ന ആളല്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ സംഭവം ഇട്ടേക്കുന്നത്. സോ ആ ഒരു ചോദ്യം വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇപ്പോൾ വീണ്ടും അഗെയിൻ ഭയങ്കര വൈറലായിട്ട് നടക്കുന്നത്. ബട്ട് ദെൻ നമ്മുടെ വീഡിയോ വരുമ്പോഴത്തേന് എത്രയും വൈറലായിരിക്കും എന്ന് അറിയത്തില്ല. ബട്ട് ദെൻ ആ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ കേരള സ്റ്റോറി, നമ്മുടെ പുതിയ ഒരു മൂവിയുടെ ട്രെയിലർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആൾക്കാരുടെ ഒപ്പീനിയൻ തോട്ട്സും ആ ഒരു സംഭവം ഇട്ടതിൽ ആ ഒരു പർട്ടിക്കുലർ സീൻ അത് ഭയങ്കര വൈറലായിട്ടും സംഭവങ്ങളിലും ഇവൻ ആ ഒരു വീഡിയോ യൂട്യൂബിൽ പോയി കാണുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫിൽറ്റർ ഇടുന്നുണ്ട് അതിൻ്റെ കമൻസിൽ. ജസ്റ്റ് ടോപ്പ് വരുന്ന കമൻസ് ഒരു 3 മിനിറ്റൊക്കെ 1 മിനിറ്റൊക്കെ 30 സെക്കൻഡ്സൊക്കെ എല്ലാ മലയാളികളും ഇടുന്നത്. ആൻഡ് പക്ഷേ ആ വീഡിയോക്ക് ഭയങ്കര റീച്ചാണ്. സോ ആ കേരള സ്റ്റോറിയുടെ അതിൻ്റെ ഞങ്ങളുടെ റിയാക്ഷനിൽ ഞങ്ങളുടെ തോട്ട്സ് വരുന്നുണ്ടാവും. ആൻഡ് ബെൻസ്ബായുടെ ഒരു ടോപ്പിക് ഉണ്ട്. ബെൻസ്ബായുടെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെത്ത്, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് ഈസ് ഗോണ, മരണം കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ തോട്ട്സ് താന്ത്രികമായിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട്. സംഗീതത്തിന് മനസ്സിലായിട്ടുള്ള സംഭവങ്ങൾ അവൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു സംഭവം വരുന്നുണ്ട്. ആൻഡ് ദെൻ ഡു വി റിയലി ഹൗ ടു മൂവ് ടു മാർസ്. ആക്ച്വലി ഇതല്ലേ നിന്റെ ടോപ്പിക്ക്? രണ്ടും നിന്റെ ആണല്ലേ? ഓക്കെ, രണ്ടിന് സമയം കിട്ടുവാണെങ്കിൽ 2 അല്ലെങ്കിൽ 1. ആൻഡ് സോ അത് വരുന്നുണ്ട്. സോ എലോൺ മസ്കിൻ്റെ ഒരു എലോൺ മസ്ക് പുള്ളി ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന ഒരു നറേറ്റീവ്, നമ്മൾ ഈ ഒരു പ്ലാനറ്റിന് ബിയോണ്ട് പോകണം, അല്ലെങ്കിൽ മാർസ് സംഭവങ്ങൾ. സോ അതിൽ ഞങ്ങളുടെ തോട്ട്സ് ഒപ്പീനിയനും വരുന്നുണ്ടാവും. ആൻഡ് ദെൻ ഷൈനോ അവസാനം ടുവേർഡ്സ് എൻഡിട്ട് ഷൈനോയുടെ ടോപ്പിക്ക് എന്താണെന്ന് ഷൈനോ? If you had a chance, would you explore deep sea or outer space? കറക്റ്റ്. ആ ഒരു സംഭവം എനിക്ക് നോക്കാൻ പോലും സമയം, ഞാൻ ഇതിലേക്ക് നോട്ട്സിലേക്ക് പകർത്തില്ല. കാര്യം അത് ഹൈപ്പത്തറ്റിക്കലാ, അത് ചുമ്മാ അരമണിക്കൂർ മുമ്പ് വന്ന സംഭവം. ഓക്കെ, സോ അത് വരുന്നുണ്ട്. ആൻഡ് അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കുകൾ. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ മേ ബി ക്രിക്കറ്റ് വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാര്യം ക്രിക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ കേരള സ്റ്റോറി. സോ കേരള സ്റ്റോറിയുടെ ആ ഒരു പർട്ടിക്കുലർ ട്രെയിലർ പുറത്തു വന്നിട്ട് എനിക്ക് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഓടിക്കുന്നുണ്ടാവും. ബട്ട് ദെൻ ഇൻ കേസ് കണ്ട ആൾക്കാരാണെങ്കിൽ ഫീൽ ഫ്രീ ടു മേ ബി ഒരു 20-30 സെക്കൻഡ്സ് ഫ്രണ്ടിലേക്ക് സ്കിപ്പ് അടിച്ച് വിടാം. ബട്ട് ദെൻ ഭയങ്കര പോളറൈസിങ് ആണ്. ആൻഡ് മേ ബി ഞങ്ങൾ 1.5 ടൈംസിൽ വലിയ ട്രെയിൻ കാണാൻ പോകുന്നത്. ബട്ട് ദെൻ സോ ഇതാണ് ട്രെയിലർ. അതിനെക്കുറിച്ച് എത്ര പോളറൈസിങ് ആണ് ചില ആൾക്കാർക്ക് പറയേണ്ട ആവശ്യമില്ല. സോ മേ ബി സ്റ്റാർട്ട് ചെയ്യാം. അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ സ്റ്റോറി പക്ഷേ നീ സ്റ്റാർട്ട് ചെയ്തു. കേരള സ്റ്റോറി പാർട്ട് 2. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ പടത്തിന് എന്താ കേരള സ്റ്റോറി എന്ന് പേരിട്ടേക്കുന്നത്? എനിക്കത് ഇതിന്റെ പാർട്ട് 1 കേരള സ്റ്റോറി ആയിരുന്നു. കേരളത്തിൽ നടന്ന ഇൻസിഡന്റിനെ പറ്റിയായിരുന്നു. ഓക്കെ, അതിപ്പം പറഞ്ഞ പോലെ കുറച്ച് പേരെന്തോ അവിടെ പോയെന്നോ. പക്ഷെ ഇതിലിപ്പോ എന്താ കേരള സ്റ്റോറി? അത് നമുക്ക് ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല. ഇതില് ചിലപ്പോ കേരളത്തിനെയും കാണിക്കുന്നുണ്ടായിരിക്കും. ഇതില് കേരളത്തെ കാണിച്ചായിരുന്നല്ലോ ഇടയ്ക്ക്. സോ ഇതിൽ 3 സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് സ്ഥലം മറന്നുപോയി. സെക്കൻഡ് മധ്യപ്രദേശ്. ആൻഡ് ദെൻ മൂന്നാമത് കാണിക്കുന്ന കേരള. അവസാനത്തെ ആ ഒരു സ്റ്റോറി കാണിക്കുന്ന കേരള. ആദ്യം രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, പിന്നെ കേരള. സോ അതിൽ കേരള വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ബീഫിന്റെ സ്റ്റോറി കാണിക്കുന്ന കേരള. ഓക്കെ, സ്മാർട്ടായിട്ട് ഇവർ ഇട്ടേക്കുന്ന ടൈറ്റിൽ ആണെങ്കിലും ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന്. സോ കേരള സ്റ്റോറി മാത്രമാണെന്നില്ല. സോ അതാണ് അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് കേരളത്തിന്റെ കഥകൾ മാത്രം ഉണ്ടായിരുന്നു. കറക്റ്റ്. അതിലാണ് നീ പറഞ്ഞ പോലെ 3 പെണ്ണുങ്ങൾ പോയി അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് സംഭവം. സോ ഷൈനോക്ക് തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സംഗീതം സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തോ നീ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റി എന്താ പറയുന്ന നേരത്തില്ല. ഇതൊരു പ്രോപ്പഗണ്ട സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി ഇവിടെ നടക്കുന്നതിൻ്റെ ഇതുവെല്ലാം ഉണ്ടോ, ലൈക്ക് അതുപോലെ എനിക്കറിയത്തില്ല. അതോ ഇവർ വെറുതെ ഒരു പടത്തിന് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി ഇടുന്നതാണോ ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇതിനകത്ത് മറ്റേ കുറേ റേപ്പിൻ്റെ സീനൊക്കെ കാണിക്കുന്നുണ്ടല്ലോ.
അത് പക്ഷെ നമ്മുടെ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അത് ഒരു പറ്റത്തില്ലെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. എന്തുവാ മാതിരി വയലൻ്റ് പെണ്ണുങ്ങൾക്കെതിരെയുള്ള വയലൻസ് ഇരുന്ന് കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എമ്പുരാനിൽ നിന്ന് അത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷെ ഇതിനകത്തപ്പോൾ അത് കാണിക്കുമ്പോൾ എന്താ കുഴപ്പമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പക്ഷേ ആ റേപ്പ് സീൻ ഇച്ചിരി കൂടെ ബ്രൂട്ടലല്ലായിരുന്നു. ഒരു പ്രഗ്നന്റ് ആയ ഒരു പുള്ളിക്കാരി അല്ലായിരുന്നു അത് റേപ്പ് സീൻ അല്ലായിരുന്നു അത്. അത് 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 പക്ഷേ അത് 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 അതുകൊണ്ട് മാത്രമല്ല അത് കളയാൻ കാരണം. അതിന്റെ ബാക്കിൽ സ്റ്റോറി അറിയാലോ. അത് ആ ഇവന്റ് എന്താ സംഭവം അല്ല അറിയാലോ. അതാ പറഞ്ഞത്. അപ്പം രണ്ടും പക്ഷേ സംഭവം റേപ്പല്ലേ. എനിക്ക് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലൊരു BJP മിനിസ്റ്റർ തന്നെ പറയുന്ന ഇതിനെ ഈ പലതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ലൈക്ക് കാണര് കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട. അപ്പോൾ പക്ഷേ എമ്പുരാനും ഇതിനല്ലായിരുന്നു, കണ്ടര് കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട. പക്ഷെ ആ പടത്തിന് എന്തൊക്കെയായിരുന്നു, അത് കട്ട് ചെയ്യണം, ഇത് കട്ട് ചെയ്യണം, കുറേ ഭാഗങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അതില് കുറെ കൂടെ നോർത്തിനെ കാണിച്ചോണ്ടായിരുന്നു നമ്മുടെ എമ്പുരാനില്. സോ അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് അപ്പോൾ നമ്മള് ബേസിക്കലി അതാണ്. സൗത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ അപ്പോൾ അപ്പൊ ബേസിക്കലി അത് ഒബ്വിയസ്ലി എല്ലാവർക്കും എനിക്കത് മനസ്സിലാവാതെ ഈ മുകളിലുള്ളവർക്ക്, ഐ മീൻ മുകളിൽ നിന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ ഉള്ളവർക്ക് എന്ത് മനസ്സിലാവാത്തതെന്ന് എനിക്ക്. നോർത്ത് ഇന്ത്യ ഉള്ളവർക്ക് ഇത് ശരിക്കും നടക്കുന്നതെന്ന് വിചാരം. ഞാനാണെങ്കിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഒക്കെ കണ്ടു, അവർ പറഞ്ഞു സത്യമാണ് ഇത് ശരിക്കും കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് അവരുടെ ഈ വിചാരം. ഒരു സംഭവം നീ ആദ്യമായിട്ട് റീലില് ലൈക്ക് ഇങ്ങനെ വൈറലായിട്ടാണോ കണ്ടത്, അതോ നീ ട്രെയിലർ ആദ്യം കണ്ടോ? ഞാൻ ട്രെയിലർ ഇതിൽ കണ്ടില്ല, ഞാനാണെങ്കിൽ എല്ലാതെ റീൽസിലൊക്കെ കണ്ടു. എനിക്കൊന്നും എല്ലാ റീലും തന്നെ വരുന്നത്. അതും മെയിനായിട്ട് കാണുന്ന ബീഫ് കഴിക്കുന്ന പോർഷനാണ്. ഓക്കെ അതിനെ ട്രോളി ആൾക്കാര് കേരളത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ ബീഫ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. സോ പക്ഷെ നീ ട്രെയിലർ ആദ്യമായിട്ട് ഇത് കണ്ടത്, ട്രെയിലർ ഇപ്പൊ ഞാൻ കണ്ടത് ആദ്യമായിട്ടുണ്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ ഇതിന്റെ റിയാക്ഷൻ എന്താ? ലൈക്ക് റോ തോട്ട് ഇപ്പൊ ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ അല്ല എനിക്ക് ചോദിക്കാനുള്ള, ഇത് ശരിക്കും നടക്കുന്നതാണോ അത് ഇവർ വെറുതെ ഇങ്ങനെ തള്ളിവിടുന്നതാണോ? അല്ല, കാരണം ഇങ്ങനെ ഗേൾസിനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാനൊരു ഇത് ഇവിടെ കേട്ടിട്ടുണ്ട്. ഐ മീൻ ഇതുവരെ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല, ISISലേക്ക് ചെറുക്കാൻ കൊണ്ടുപോകുന്ന കേസ്. ഇത് പക്ഷേ കാണിച്ചത് ഒരു മുസ്ലിം പയ്യൻ പ്ലസ് എനിക്കിവിടെ മനസ്സിലാത്തത് വൈ കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞേ? നോർത്തിൽ നടക്കുന്നുണ്ടാവും. എന്റെ അറിവിൽ ഇങ്ങനൊക്കെ കേരളത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനല്ല. കേരള സ്റ്റോറി 1 പറ്റിയതുണ്ടല്ലോ, ISISലോട്ട് 2 പെൺപിള്ളേർ പോകുന്നു. അത് ബേസിക്കലി കേരളത്തിൽ നടന്ന. പക്ഷെ അത് 2-3 പെണ്ണുങ്ങളേ ഉള്ളൂ. അവർ പറഞ്ഞ പക്ഷേ 10-400 മേ ബി പാർട്ട് ഓഫ് ഇറ്റ് കാര്യം ഫസ്റ്റ് അതല്ല, മൂവി ഫുള്ളി ബേസ്ഡ് ഇൻ കേരള ആയിരുന്നു. ഞാനതല്ല പറയുന്നത്. ആ ബീഫ് കുത്തിക്കയറ്റുന്നത് കേരളത്തിൽ നടക്കുന്നതായിട്ടല്ലേ കാണിക്കുന്നേ. ഉം. അത് ആ കോൺട്രവേഴ്സി അയക്കുന്നതെന്ന് തോന്നുന്നു. അതായത് പിടിച്ചിർത്തി ബീഫ് തീറ്റിക്കുന്നത്, അത് ആളുകൾ ചോദിക്കുന്നതും ഇത് കേരളത്തിൽ നടക്കുന്നുണ്ടോ ശരിക്കും. Yeah. അതുകൊണ്ടാ മറ്റേ ക്ലാര പുള്ളിക്കാരി ഇട്ട വീഡിയോ. പുള്ളിക്കാരി ആ പുള്ളിക്കാരി പറയുന്നത് അത് കേരളത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഒരു മിക്സ്ഡ് ഹാർമണിയിലാ എനിക്ക് പോകുന്നത്. മനസ്സിലായില്ല ആ വീഡിയോയിൽ ശരിക്കും എന്താ കാരണം. അതില് മുസ്ലിം കുറച്ച് അല്ല, ആ പുള്ളിക്കാരി പെണ്ണുങ്ങള് ആണുങ്ങൾ, ഒരു പെണ്ണിനെ മുസ്ലിം ആണുങ്ങൾ, ഒരു പുള്ളിക്കാരിയുണ്ട്. അത് ബേസാ. സോ അപ്പൊ അതിൽ ആരാ മലയാളി ആ ബീഫ് കഴിക്കത്തില്ല എന്ന് ആരും പറഞ്ഞ എല്ലാവരും- ആളാണ്. ആരും മലയാളികളല്ല അതിനകത്ത്. പിന്നെ അതും സിനിമയുടെ ടൈറ്റിൽ കൊണ്ടാണ് ആൾക്കാർക്ക് ഒഫൻഡ് ആയത്. അങ്ങനെ ഒരു സീനി സിനിമ. Title അതുകൊണ്ട് കൊണ്ട് ആൾക്കാർക്ക് ആണ് offend എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിൽ. അത് കുറെ സ്റ്റാറ്റസ് പോലെ ഞാൻ കണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങനെ നടക്കുന്നൊന്നും ഇല്ല, ഭയങ്കര ഹാർമണിയിലാ സോ പോകുന്നത്. ഈ കേരള ഇതിന്റെ മൂവിയുടെ ടൈറ്റിലിൽ കാണിക്കുന്ന 3 സ്ഥലങ്ങളിൽ നടക്കുന്ന തീം സെയിം ആണ്. ഒരു മുസ്ലിം പയ്യൻ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലാവുന്നു. ആൻഡ് ദെൻ പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോഴത്തേനും അവരുടെ മുഖം മാറുന്നു. അതായത് Okay. അവൻ 3 പേരും റിയാക്ട് ചെയ്യുന്ന രീതികൾ വേറെ. ഒരിടത്ത് അടി ഇടി ചവിട്ട്, ഒരിടത്ത് കേരളത്തിൽ വായിൽ ബീഫ് ഊത്ത് കയറ്റി റീപ്പ് ചെയ്യുന്നു, മറ്റേ സ്ഥലത്ത് വേറെ രീതിയിൽ. അതാണ് നടുക്കത്തവൻ എനിക്ക് കൺവേർട്ട് ആവാൻ മൈൻഡ് ഇല്ല എന്ന് പറയുമ്പോൾ അവൻ കുഴപ്പമില്ല ഞാനും മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞ് അത് ആ കല്യാണം കഴിയുമ്പോൾ പിന്നെ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത് അത് ഇടയ്ക്ക് ഒരു ജിഹാദ്. ഒത്തിരി പ്രായമുള്ള ഒരു മുസ്ലിം കക്ഷി പറയുന്നത് കേട്ടല്ലേ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു ഇതിനെ അങ്ങോട്ട് കൺവേർട്ട് ഹിന്ദുക്കളെ ചെയ്യാൻ. മുസ്ലിങ്ങളാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ല അത് പണ്ടോട്ടുള്ള ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം അത് പണ്ടോട്ടെ കേരളത്തിൽ കേട്ടിട്ടുണ്ട് ഞാൻ. ആക്റ്റീവ് ആണെങ്കിൽ നല്ല ഇടി കിട്ടും ഉറപ്പാ. നോർത്തിൽ എനിക്കറിയാം നോർത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന്. കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ ഇല്ല എനിക്കൊന്നും കേരളത്തിലുള്ളത്ര അണ്ടർസ്റ്റാൻഡിങ് വേറെ ഒരു ലോകത്തുണ്ടെന്ന് സ്റ്റേറ്റിലുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ പല കൾച്ചറും എടാ, ഞാൻ തന്നെ എത്ര വീഡിയോ ഉണ്ട്, ഒരു പള്ളി, അമ്പലം, അമ്പലം മോസ്ക് ഒരു- എല്ലാം പക്ഷേ- കൂടെ ഒരുമിച്ച് അത് ഒരു വലിയ വട്ടത്തില്. അമ്പലത്തിലൊരു ഉത്സവം വന്നാൽ എല്ലാരും അവിടെ ഉണ്ടാവും. പള്ളിയിലൊരു പക്ഷേ പെരുന്നാൾ വന്നാൽ അവിടെ എല്ലാരും എല്ലാവരും ഉണ്ടാവും. മാത്രമല്ല കേരളത്തിൽ ഒരു ടീം എന്തെങ്കിലും ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ടീം റിറ്റാലിയേറ്റ് ചെയ്യും, ഉടനെ അടിച്ചടിച്ച് താത്തും. അതുകൊണ്ട് ആ ഒരു ഈക്വൽ പവറിൽ അങ്ങനെ നിന്ന് പോകുന്നുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ. വെൻസ്ബേയുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ബീഫ് കഴിക്കത്തില്ലാത്ത? ബീഫിനോട് ഇങ്ങനെയുള്ള എന്റെ ക്ലാസ്സിൽ നീ കഴിക്കോ ബീഫ്? ഞാൻ കഴിക്കും. എന്റെ ക്ലാസ്സിൽ ഞാൻ ബീഫ് കഴിക്കും, പോർക്ക് കഴിക്കും. പക്ഷെ നിനക്ക് അങ്ങനെ ആരും ക്ലാസ്സിലില്ലായിരുന്നു? എന്റെ ക്ലാസ്സിൽ ഇല്ലടാ, എന്റെ അറിവിൽ ആരും ഇല്ല. Okay. ഞാൻ എൻ്റെ നിന്റെ ജീവിതത്തിൽ ക്ലാസ്സിലുണ്ടായിരുന്നു? എല്ലാ ഒരു ബ്രാഹ്മണൻ പയ്യനുണ്ടായിരുന്നു. അവനല്ലാണ്ട് അവൻ- വേറെ അവൻ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അവന് beef അല്ലല്ലോ, അവന് non-veg. ഒന്നും കഴിക്കില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബീഫ് കഴിക്കും ബീഫ് കഴിക്കുന്ന പറഞ്ഞു? അവനെ നമ്മൾ ഇതുപോലെ ട്രോളും ക്ലാസ്സിൽ ഇരിക്കുമ്പോ അവൻ
അത് ട്രൈ ചെയ്ത് നോക്കുന്നു പക്ഷെ ചോദിക്കും. പക്ഷെ അതാണ് പക്ഷെ അവര് അത് ബീഫ് കാണിച്ചത്. മാത്രമല്ല അവനല്ല, അവൻ ചിക്കൻ മീൻ ഞാൻ നോൺ non-veg വെജ് ഒന്നും ഒന്നും കഴിക്കില്ല. മുട്ട ഒന്നും അതെന്താ? ബ്രാഹ്മണനാണല്ലോ. ബ്രാഹ്മൺ. അവൻ മാത്രം ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാലോ അറിയാം അവന്റെ മറ്റേ ചുറ്റുപാത്രത്തിൽ എന്തോ അവന്റെ പാത്രത്തിൽ നമ്മൾ കൈയിടുമായിരുന്നു. അവൻ കുറച്ച് തോരനെ കയറിയും കൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മൾ തിന്നുമായിരുന്നു. കൊച്ചലെ കൊണ്ടുവരുന്ന അതിന് ഇവൻ ബീഫിലിട്ട് ഞാനൊന്നും മിക്സ് ചെയ്തിട്ട് പറയുന്നില്ല. കയ്യിലേക്ക് കൈയിടും. ഏ? ബീഫിലിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ ഇല്ല, അവൻ പാത്രം സൈഡിലോട്ട് നീക്കി തരും. അങ്ങനെ എന്തെങ്കിലും ട്രോൾ അവന് നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചുറ്റുപാത്രത്തിൽ ആരെങ്കിലും നമ്മൾ കൊണ്ടുപോയി ബുള്ളി വെക്കുവോ? ചെയ്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. അങ്ങനൊക്കെ bullying ഒന്നുമില്ലായിരുന്നു. ഇനി നീ അതാണ് അങ്ങനെ ഒരു എന്തെങ്കിലും കാര്യം. കേട്ടിട്ടുണ്ടോ? എടാ അതിന്റെ ആവശ്യമില്ല. അവന് ബീഫാ സാധനം. അവൻ തിന്നില്ല, നമ്മൾ തിന്നും അത്. നല്ല കാര്യമല്ല. അപ്പൊ ആരിനെ വായി കൊണ്ട് കുത്തി നമുക്ക് കയറ്റുന്നത്? അതെ നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. ഒരാൾ പറഞ്ഞാൽ അവിടെ ആരാദ്യം തിന്നു എന്നുള്ളതായിരിക്കും ഒരാൾ മത്സരം. പറഞ്ഞാൽ അത്രയും നല്ലതെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആരും അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇതുവരായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഫ്രണ്ട് സർക്കിളിലും സംഭവങ്ങളിലും ഒന്നും. എഗെയിൻ ഓൺലൈനിൽ പോലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഐ മീൻ ഇങ്ങനെ ബീഫ് ഫോഴ്സ് ചെയ്ത് തീറ്റിച്ചു. ഐ മീൻ അങ്ങനെ എന്തെങ്കിലും ഈ ന്യൂസിലെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തില്? കേരളത്തിൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല. നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചില റെസ്റ്റോറൻറ്റ്സ് മീൻ ഇടയ്ക്ക് ഈ ഓൺലൈനിൽ വേറെ വീഡിയോസ് ഒക്കെ വരുന്നതാണല്ലോ. ചില റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ബീഫ് ബിരിയാണി വന്നു, ബീഫിൽ കൈയിട്ട് അവർ സാധനം എടുത്തു, നല്ല കാര്യം. അപ്പോഴത്തേനും സംഭവം വന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് വേറെ ഒന്നും ഞാനും കണ്ടിട്ടില്ല. ബട്ട് ദെൻ സംഗീതത്തിന്റെ ഈ സംഭവം ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ചിക്കന് പകരം ബീഫ് കിട്ടിയതൊക്കെ ഉള്ളത് ഓൺലൈനിൽ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതിൽ എപ്പോഴും കേരളത്തിൻ്റെ പേരെന്തിനാണ് വന്നേന്ന് മുസ്ലിംസിൻ്റെ ഇത് വരുമ്പോൾ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ലാസ്റ്റ് ഈ കഴിഞ്ഞ വർഷം ഈ മൂവി ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ട ഒരു സംഭവമായിരുന്നു. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡയറക്ടർ പുള്ളി കോൺഗ്രസിൻ്റെ ഒരു ഭയങ്കര വലിയൊരു ലീഡറാണ്. അപ്പോൾ ഇവർ ആക്ച്വലി സോറി, ഇത് BJP-യുടെ ഒരു ഭയങ്കര വലിയ ലീഡറാണ് ഇതിൻ്റെ ഒരു ഡയറക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ പുള്ളിയുടെ പേര് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങുമായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. പക്ഷേ ഞാൻ കണ്ടായിരുന്നത് fact check ചെയ്യണം കേട്ടോ guys. ഫാക്ട് ചെക്ക് ചെയ്തു. പക്ഷെ BJP-യുടെ ഒരു ലീഡറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പഗണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ BJP റൂൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം കാരണമാണ് ഇത് കേരളത്തിൻ്റെ കുറച്ചുകൂടെ ഫേസ് വരുന്നത്. കാരണം അവർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിംസ് ഉള്ളതുകൊണ്ടാണ് BJP-ക്ക് വരാൻ പറ്റാത്തതെന്ന്. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം വരെ ആകെ ഒരു സീറ്റ് എന്തോ ഉള്ളായിരുന്നു BJP-ക്ക്. അപ്പം അതൊരു സംഭവമാണ്. പിന്നെ ഈ ബീഫിൻ്റെ ഒരു സംഭവം, ബീഫിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബീഫ് എന്ന് പറയും. ശരിക്കും നമ്മൾ ബീഫ് കഴിക്കും എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കണേന്ന് വെച്ചാൽ നമ്മൾ പശുവിനെ കഴിക്കുന്ന ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി എനിക്കറിയത്തില്ല കേരളത്തിൽ എത്ര പേര് പശുവിനെ കഴിക്കുന്നുണ്ടെന്ന്. കാരണം ഞങ്ങളുടെ സൈഡിൽ പശുവിനെ ആരും കഴിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. കാരണം പശുവിന് വേറെ ടേസ്റ്റാണ്, പോത്തിന് വേറെ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സ്ഥലത്ത് പോത്തിനെ മാത്രമേ കഴിക്കത്തുള്ളൂ. നമ്മളതും പോത്തിറച്ചി എന്നല്ലേ പറയുന്നത്. പക്ഷെ അത് നമ്മൾ അല്ലേ? ഇപ്പൊ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ബീഫ് എന്നേ എടുത്തുള്ളൂ. ബീഫ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാലും എല്ലാവരും പറയും അത് പശുവാന്ന് അറിയത്തുള്ളൂ. ആ കേരളത്തിൽ മാത്രമേ നമ്മൾ പോത്തിനെയും ബീഫ് എന്നേ പറയത്തുള്ളൂ. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ബഫല്ലോ മീറ്റ് എന്നാ പറയുന്നത്. അപ്പോൾ ഒരു മിസ്കൺസെപ്ഷൻ അങ്ങനെ തന്നെ വരും, നമ്മൾ പശുവിനെ തിങ്ങുന്നതെന്ന്. പക്ഷേ പശുവിനെ തിങ്ങുന്നവരുണ്ടായിരിക്കും, പക്ഷേ മജോറിറ്റി നമ്മളെല്ലാവരും പോത്തിനെ തിങ്ങുന്നത്. പോത്തും തിങ്ങാൻ പാടില്ല അവരുടെ ഒരു കൾച്ചർ വെച്ച്. പക്ഷേ സ്റ്റിൽ അതൊരു സംഭവമാണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ. കാരണം പശുക്കൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ജീവി. എനിക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് ആർക്കും കാണുമ്പോൾ അതിനെ കൊല്ലാൻ തോന്നത്തില്ല. പശു ആർക്കും ഉപദ്രവമില്ല. കോഴി നിന്നെ എന്ത് ചെയ്ത്? കോഴി നമുക്ക് വേണ്ടി, കോഴി നമ്മുടെ ഫുഡിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പോർക്ക് നിന്നെ തിരിച്ചിട്ടുണ്ടോ? പാവൻ ജീവി നിന്നെ എന്ത് ചെയ്തു? കോഴി അതൊരു പ്രശ്നം. അത് നമുക്ക് വേണ്ടി തിങ്ങാൻ വേണ്ടി, അതും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നമുക്ക് വേണ്ടി തിങ്ങാൻ വേണ്ടി ഉണ്ടായ ഒരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോർക്കാണെങ്കിൽ അത് എൻ്റെ ജീവിതം. ആടിന്റെ മുഖത്തൊക്കെ നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? അതൊരു അതൊക്കെ പോട്ടെ. മീൻ അതൊക്കെ സബ്ജക്റ്റീവ് ആണ്. പക്ഷേ ഞാനിപ്പോൾ എല്ലാം കഴിക്കാറുണ്ട്. പിന്നെ ഒരു സംഭവം കൂടെ എന്തായിരുന്നു ഇതില്, കഴിഞ്ഞ വർഷം ധ്രുവ് രാഠി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി BJP-യുടെ ഭയങ്കര വലിയൊരു ക്രിട്ടിസൈസർ. എല്ലാ ലീഡേഴ്സിനെയും ക്രിട്ടിസൈസ് ചെയ്യും. മോദിയുടെയൊക്കെ ഭയങ്കര അഗൻസ്റ്റ്. മോദി എന്ത് ചെയ്താലും മോദിയുടെ എതിരെ പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളി നമ്മുടെ ഈ കേരള സ്റ്റോറി നമ്മുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് പുള്ളി വീഡിയോ ഇറക്കിയായിരുന്നു. ഇതിറങ്ങിയപ്പോൾ തന്നെ പുള്ളി ഫാക്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്രയും പേര് കൺവേർട്ട് ആയിട്ടുള്ള അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആയി. കാരണം പുള്ളി ഭയങ്കര വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് ധ്രുവ് രാഠി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ആ മൂവിയിൽ ഇത്രയും പെണ്ണുങ്ങൾ കൺവേർട്ട് ആയെന്ന് അവർ ഡേറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവർക്ക് ഒഫീഷ്യലി തിയേറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു അടുത്ത ദിവസം തൊട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഈവൻ പുള്ളിയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണത് എന്തുകൊണ്ടാണ്? കാരണം ഇതൊരു BJP ബേസ്ഡ് ഒരു മൂവിയായത്. ഒഫീഷ്യലി ആരും പറയത്തില്ല, പക്ഷേ ഇതൊരു BJP-യുടെ ഒരു ലീഡർ ഉണ്ടാക്കിയൊരു മൂവിയാണിത്.
അത് ബിജെപിയുടെ ഒരു മൂവി ആയതുകൊണ്ടാണ് ഈ പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പുള്ളി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് റാദർ ദാൻ ഒരു ഹേറ്റ് ടുവേർഡ്സ് കേരള, ഇതൊരു ഹേറ്റ്സ് ടുവേഴ്സ് എന്താ പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റി തമ്മിലുള്ള ഒരു യുദ്ധമാണ്. നമുക്കറിയത്ത് പോലും ഇല്ല. നമ്മൾ ഓർക്കണേ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഇത് 2 കേരളത്തിനെ ഹേറ്റ് ചെയ്യുകയാണ്. പാർട്ട് 1 ഡയറക്ടർ പറയാം. പക്ഷെ കേരളത്തിനെ ഹേറ്റ് ചെയ്യണില്ല. ഇതൊരു BJP വേഴ്സസ് ഒരു കോൺഗ്രസ് സംഭവം. ഇത് കേരളത്തിൽ BJP ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ കേരളത്തിൻ്റെ എതിരെ ഉണ്ടാക്കുന്ന ഇതാണ്. പിന്നെ ഈ സംഭവം കൺവേർട്ട് ആവുന്ന എനിക്കറിയാമെന്ന് വെച്ച് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന പഞ്ചാബ് ഏരിയയിലൊക്കെയാണ്. അവിടെ ഈ ഇടയ്ക്ക് ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു, കോർ ടു കാൻ കുറേ പെണ്ണുങ്ങൾ കൺവേർട്ട് ആവുന്നുണ്ട്. സിഖിസമെന്നും ഹിന്ദുക്കളും എല്ലാവരും കൺവേർട്ട് ആവുന്നുണ്ട് മുസ്ലിമിലേക്ക്. അപ്പോൾ അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. പിന്നെ ബീഫിൻ്റെ ഒരു സംഭവം, ബീഫിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ കൾച്ചർ ഏരിയ വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഹിന്ദുക്കളാണേലും നമ്മുടെ അവിടെയൊന്നും നമ്മളെ ആരും പറയുന്നില്ല ഇത് നമ്മുടെ ദൈവമാണെന്നൊന്നും പറഞ്ഞ് നമ്മുടെ കൾച്ചറിൽ അതില്ല. പക്ഷേ കാരണം നമ്മൾ കുറച്ചുകൂടെ വേറെ കുറേ കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവരുടെ കൾച്ചർ എന്ന് വെച്ചാൽ അത് ഭയങ്കര വ്യത്യാസം. ഈ ഇന്ത്യയിൽ മൊത്തം 4 സ്ഥലത്തായിട്ട് 4 പേരെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അതിൽ മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിൽ അവിടെ നമ്മുടെ ഭഗവാൻ ശിവനെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ശിവൻ്റെ വാഹനമായിട്ടായിരുന്നു പശു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പശുവിനെ നമ്മൾ ദൈവമായിട്ട് അതുകൊണ്ട് ആ ഏരിയ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ അവിടെ കുറച്ചും കൂടെ അയ്യപ്പൻ സ്വാമി അവരെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പീക്കോക്കിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ അതിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഇവിടെ റൂളുണ്ട്. നമ്മുടെ ഇവിടെ അല്ല, ഇന്ത്യ മൊത്തത്തിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഏരിയ വെച്ച് ഈ സംഭവം മാറിക്കൊണ്ടിരിക്കും. നാഷണൽ ബോർഡ് ഉണ്ട്. നാഷണൽ ബേർഡാണ്. പിന്നെ അത്രയാണ് എൻ്റെ ഒരു തോട്ട്സ്. നല്ലായിരുന്നു കാര്യം, കുറച്ചൊക്കെ റിസർച്ച് ചെയ്ത് വിളിച്ചിട്ടൊക്കെ വന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്കറിയാവുന്ന കുറെ ഗുജറാത്തികളുണ്ട്. ലൈക്ക് ആക്ച്വൽ ഗുജറാത്തി ഹിന്ദുക്കള് ബീഫിനും എന്റെ കൂടെ പണിയെടുത്തില്ല. അതൊരു സീരിയസ് സംഭവമാണ്. അതെ അല്ല, ഞാൻ സത്യം പറയാം, ബീഫിന് ഗുജറാത്തികളുണ്ട്. ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. അല്ല, അത് ഇപ്പൊ നീ നേരത്തെ ചോദിച്ചില്ലേ, നീ കൂടുതൽ ആരും ബീഫ് കഴിക്കാതിരിക്കുമെന്ന്. എന്റെ കൂടെ പഠിച്ച ഒരുത്തൻ വളരെ രഹസ്യമായി ചിക്കൻ കഴിക്കുന്ന ഒരുത്തനുണ്ട്. അതെ അതെ, ഇവന്റെ വീട്ടുകാരൊന്നും അറിയത്തില്ല എന്റെ ഏതാ ഈ പറഞ്ഞ ബ്രാഹ്മൺ ചെറുക്കനാ അവൻ. വളരെ അതുണ്ടാവും. അത് അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, കഴിക്കുന്നവരുണ്ട്. പിന്നെ നമുക്കറിയാം എത്ര ബീഫിൽ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. ഹിന്ദുക്കള്, ഗുജറാത്തികള്, ആക്ച്വൽ ഗുജറാത്തികള്. അപ്പൊ എല്ലാരും ഇല്ല. ഗുജറാത്തി പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ബ്രാഹ്മിൻ ചെറുക്കൻ നോൺ വെജ് കഴിക്കുന്നവരുണ്ടെന്നാ ഞാൻ പറഞ്ഞു. എനിക്ക് എന്നോട് പഠിച്ചിരുത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നാട്ടിലെ കുറെ പേരാണ് വീട്ടിൽ ഓക്കെ ആയിട്ട് കഴിക്കില്ല. വീട്ടിലറിയത്തില്ല, വീട്ടിലറിയാതെ കഴിച്ചു പേര് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് പോയാൽ അവരിപ്പോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ചിലപ്പോ. നമുക്ക് നോക്കാം. മനസ്സിലായി, ഇല്ലല്ല, നിനക്കാണ് മനസ്സിലായി? എനിക്കറിയാം. ഇല്ല, ഇതല്ലടാ, ഇതാളല്ല നാട്ടിലെ ഫ്രണ്ട് എന്റെ നാട്ടിലെ. നാട്ടിലെ friend നീ ആണ്. ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് മറ്റേ തോന്നുന്നു. പുള്ളിയാണ്. അത് തന്നെ, ആ കക്ഷി, അത് അയാള്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. സോ ഇതില് എന്റെ ടേക്ക് പറയുകയാണെങ്കിൽ, സോ ഈ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ്. സാധാരണ എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് സംഭവങ്ങളാണ്. ഇത് ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ്. സോ ഇതൊരു നല്ല വേടാ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്ത് വേണമെങ്കിൽ അവർക്ക് പറയാം. ഇത് ഈ ഇവന്റ് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നല്ല, ഇതിലിങ്ങനെ ഇവന്റ്സ് പലത് നടന്ന് അത് ഞാൻ ഒന്ന് കമ്പയർ ചെയ്ത് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റും. അതൊന്ന്. രണ്ട്, ഇതിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്ന ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. സോ കേരള സ്റ്റോറി അല്ലേ, അത് കേരള ബേസ്ഡ് അല്ല. ആദ്യത്തെ മൂവി എനിക്ക് ഒന്ന് ISISലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അത് ഫുള്ളി കേരള ബേസ്ഡ് ആയിരുന്നു. എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഫുൾ മൂവി കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റോറി മാത്രമേ നോക്കിയുള്ളൂ. സോ അത് അങ്ങനെയായിരുന്നു. ബട്ട് ദെൻ ഈ മൂവി കേരള മാത്രമല്ല, ഇതിൽ 3 സ്റ്റേറ്റുകൾ ഓൾറെഡി ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല മൂവി വരുമ്പോൾ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടാവുമെന്ന്. ബട്ട് ഐഡിയ ഈസ് ഇവൻ ആദ്യം ചോദിച്ച പോലെ കുറേ സെയിം സംഭവം കൺവേർട്ട് ചെയ്യാനായിട്ടൊരു പ്രൊപ്പഗാൻഡ സംഭവങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഫെയിലിയറാണ്. കാര്യം ഞാൻ ഡേറ്റ നോക്കുമായിരുന്നു, 2000 മുതൽ 2024 ഇപ്പം നമ്മളുള്ള വരെ 13% മുസ്ലിംസ് ആയിരുന്നു ഇന്ത്യയിൽ 2000 ഉണ്ടായിരുന്നത്. ഇപ്പം 2024 14%. സോ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം 1% കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതൊരു വലിയ ഫെയിലിയർ ആയിപ്പോയി. വേറെ ക്രിസ്ത്യൻസ് സ്റ്റിൽ 2.5 തന്നെ നിൽക്കുന്നത്, അന്നും ഇന്നും. അങ്ങോട്ടും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ഓവറോൾ ഇന്ത്യയിൽ. സോ ബട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഡൗട്ടില്ല, ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം കൺവേർട്ട് ചെയ്യാനായിട്ടൊരു ഒരു ഗെയിമാണ് എല്ലാം. അത് എന്തായാലും ഉണ്ട്. ആ ഒരു ഫൈറ്റ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും US-ലാണെങ്കിലും കാനഡയിലാണെങ്കിലും എല്ലാം ഉണ്ട്. എൻ്റെ ഐഡിയോളജീസിലേക്ക് എത്ര പേരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു ഇൻഫ്ലുവൻസിൻ്റെ ഗെയിം എന്തായാലും ലോകത്ത് ഫുള്ള് നടക്കുന്നുണ്ട്. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഫെയിലിയറാണ്. ബട്ട് ദെൻ ഇതിൻ്റെ ഫണി തിങ് ഈ, സോ ഇതിൻ്റെ ഒന്ന് ഈ ഒരു സംഭവം തന്നെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ്. 2 ഇതിൻ്റെ ടൈറ്റിൽ. 3 ഇന്ത്യയിൽ ഇലക്ഷൻ ജയിക്കണമെങ്കിലോ എന്ത് ജയിക്കണമെങ്കിലോ സംഭവം ഏറ്റവും വലിയ പവർ മൂവ് റിലീജിയനാണ്. ഏറ്റവും വലിയ ഹിന്ദുസ് മുസ്ലിം ആ ഒരു സംഭവം ഇളക്കി വിടുവാണെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ വേണമെങ്കിൽ, ഇലക്ഷൻ പോസ് ചെയ്യിക്കാൻ വേണമെങ്കിൽ
ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണമെങ്കിൽ 4 വർഷം കൂടി വീണ്ടും പവറിലിരിക്കാം. ആ ഒരു സംഭവം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവം. അതിൻ്റെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു മൂവി മേക്കർ ഒരു ആ ഒരു സംഭവത്തിനെ ഒന്ന് പതുക്കെ ചൊറിഞ്ഞു വിടുന്നത്. ഇത് അതൊന്ന് ചൊറിഞ്ഞു വിട്ടു, പ്ലസ് അടിപൊളി മാർക്കറ്റിംഗ്, പ്ലസ് ബ്രില്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. പ്ലസ് എനിക്കറിയത്തില്ല, പകുതി റീൽസ് മേ ബി അവരുടെ സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും ഇറക്കിക്കുന്ന കാര്യം. ആ ഒരു സംഭവം തുടക്കി കൊടുത്തേക്കുന്ന കാര്യം ഈ ഒരു ഭാഗം ഈ ട്രെയിലറിൽ ഇട്ടുകൊണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി മുമ്പ് നോക്കിയപ്പോൾ 22 മില്യൺ ആയിരുന്നു. ഇപ്പോൾ എനിക്കറിയത്തില്ല അത് എത്ര മില്യൺ ആണെന്നുള്ളത്. ഇപ്പോൾ 23.4 മില്യൺ ആയി. ഞാൻ ഇച്ചിരി മുമ്പ് കുറച്ച് മണിക്കൂർ മുമ്പ് ഞാൻ നോക്കി 22 മില്യണിൽ. സോ അങ്ങനെയാണ് ആ വീഡിയോയുടെ റീച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ചെറിയ സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ഫസ്റ്റ് ആരിലും കണ്ടാണ് ഇതിന്റെ? ഞാൻ കണ്ടില്ല, ഞാൻ സ്റ്റോറി മാത്രം. അതിനകത്ത് ആ കേരളത്തിൽ നിന്നല്ലേ കൊണ്ടുവന്നെന്ന് പറഞ്ഞേ, അതിനകത്ത് അവർ മലയാളത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൊത്തം മലയാളത്തിലാണ്. ആണ്. പക്ഷേ ഇതിനകത്ത് ഈ ബീഫ് തീറ്റിക്കുന്ന പുള്ളിക്കാർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അതെല്ലാവരും ഹിന്ദിയിലാണ് ഈ ഫുള്ള് മൂവി അപ്പൊ- ഹിന്ദിയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിലെ പക്ഷേ സംഭവം അതിന് ഡബില്ലായിരുന്നു ഓൾറെഡി. കേരള സ്റ്റോറി ഡബ് ഉണ്ടായിരുന്നു. ഡബ്ബൊന്നുമില്ല, അവര് മലയാളത്തിൽ സംസാരിക്കുമായിരുന്നു. ഐ മീൻ ക്യാരക്ടർ എൻ്റെ പേര് മലയാളം. ഈ മൂവി ഉണ്ണികൃഷ്ണൻ. ഡബ് ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ ഇറക്കിയോ അതോ അതങ്ങനെ അങ്ങനെ മാത്രം ഉണ്ടായിരുന്നില്ല കേരള സ്റ്റോറി? ഡബ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ സംഭവം കേരളത്തിലായിരിക്കത്തില്ല, സിനിമ ഇറങ്ങുമ്പോൾ പറയാൻ നമ്മുടെ പറ്റില്ല. ഇയാൾക്ക് അത് ഞാൻ ഓർക്കുന്നത്. രഞ്ജി പണിക്കറൊക്കെ ഉണ്ട് ആ പടത്തില്. അതായിരിക്കും മനസ്സിലാവാത്തത്. ഇനിയിപ്പോ സിനിമയുടെ അയാളൊക്കെ പേര് എന്ത് മാത്രം എടുക്കണം? അതുകൊണ്ടായിരിക്കും ആൾക്കാർ ചിലപ്പോൾ ഒഫൻഡ് ആയത്. ഓക്കെ ആ നമ്മുടെ ആൾക്കാരെ പേര് കമന്റ് കേരള സെക്ഷനിൽ സ്റ്റോറി ഇടുന്നുണ്ട് ഇത് കേരള എവിടെയായിരുന്നു ഇതില്. ഓക്കെ ചിലവർ തെറിയും വിളിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ അതാണ് ഇതിൽ എൻ്റെ ടേക്ക്. സോ ഇത് അഗൈൻ ബ്രില്യൻ മാർക്കറ്റിംഗ്. അതുകൊണ്ട് ആ ഒരു സംഭവം ഇട്ടുകൊണ്ട് ഇത് കമന്റ് സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ അടുത്ത ലാസ്റ്റത്തെ ഒരു 3 റീസൺ കമന്റ് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഒന്നുമില്ല, ലൈക്ക് വേർ ഈസ് കേരള ഇൻ ദി മൂവി, കേരള സ്റ്റോറി അതിൻ്റെ അതൊക്കെയാണ് കിടക്കുന്ന കമന്റ്സ്. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഇത് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇതിനും വലിയ സംഭവം വേറെ ഇന്ത്യയിൽ വേറെ കൊടുത്തുവിടാനില്ല. ബട്ട് ദെൻ മീൻ ആൾക്കാർക്ക് എൻ്റെ ഒരു ഫൈനൽ ടേക്ക് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് സ്ട്രൈറ്റ് ഉണ്ട് ഈ സെയിം രീതിയിൽ മൂവിയും സംഭവം ഉണ്ടാക്കാനായിട്ട്. അതിപ്പോൾ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും സെയിം രീതിയിൽ ഒരു BJPയുടെ ആൾക്ക് അല്ലെങ്കിൽ നേരെ തിരിച്ച് മുസ്ലിം ഒരാൾക്ക് ഹിന്ദുക്കളെ കാണിച്ച് ഉണ്ടാക്കാൻ പറ്റും, നേരെ തിരിച്ച് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും ചെയ്യാൻ പറ്റും. ആ ഒരു റൈറ്റ് സംഭവം എന്തായാലും ഉണ്ട്. ആ റൈറ്റ് ഒന്നും ഇല്ല. എന്ത് റൈറ്റ്? പക്ഷെ അതല്ല, ആ ഒരു കമ്മ്യൂണിസ്റ്റ് സെൻസിൽ ഇല്ല, കാണിക്കാൻ പറ്റും. ഇപ്പൊ കമ്മ്യൂണൽ വയലൻസ്, ഇത് വയലൻസ് ഉണ്ടാക്കുന്ന സാധനമല്ല. അതൊന്നും റൈറ്റ് ഒന്നും ഇല്ല ഇതിന്. എന്തിനാ ഇങ്ങനെ ചുമ്മാ അതുകൊണ്ടാണല്ലോ ഇത് കറക്റ്റ് ബുദ്ധിപരമായിട്ട് ഇത് തന്നെ തുടങ്ങത്തി ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഇപ്പൊ നേരെ തിരിച്ച് എടുക്കുവാണെങ്കിൽ ആ പടം അവിടെ വരെ നിർത്തിക്കും 100%. നേരെ തിരിച്ച് ഒരു മുസ്ലിംകാരൻ ഈ പടം എടാ, എനിക്ക് തോന്നുന്നത് അതാ. 100% പടം അവിടെ കൂട്ടിക്കും. ഇതിന്റെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ തന്നെയാണ് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാ പടത്തിന്റെ സെൻസർ അതെ, അവരാണെങ്കിൽ അവര് ഇങ്ങനെയുള്ള ഒരു പ്രൊപ്പഗണ്ട പുഷ് ചെയ്യാമെങ്കിൽ ഇപ്പൊ ഇവരെ ചൊറിഞ്ഞുകൊണ്ട് ഒഫൻഡ് ചെയ്തുകൊണ്ടൊരു സാധനം ഇറങ്ങുമ്പോൾ അവരെന്തായാലും അത് അവിടെ പൊട്ടിക്കും. എമ്പുരാന്റെ കേസിൽ അതെല്ലാം ഡിലീറ്റ് സീനെല്ലാം എടുത്ത് കളയാൻ പറഞ്ഞു. അതായത് ആ ഒരു ഇവന്റിനെ ഭയങ്കര മോശമായിട്ട് തോന്നിക്കുന്നത്. സോ അപ്പോൾ ഇതിലും അതുപോലെ കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പം ആദ്യത്തെ സിനിമയിൽ 32,000 പെണ്ണുങ്ങൾ കേരളത്തിൽ നിന്ന് പോയെന്നാ പറയുന്നത് ICCയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. ആക്ച്വൽ നമ്പറോ? ആക്ച്വൽ നമ്പർ ഇതുവരെ ഇത് എക്സാജറേറ്റഡ് നമ്പറാ പറയുന്നത്. ആക്ച്വൽ നമ്പർ കൺഫേംഡ് അല്ല. ഞാൻ ശശി തരൂരിന്റെ ഇന്റർവ്യൂ ഉണ്ട്, പുള്ളി പറയുന്നത് ലെസ് ദാൻ 10 people എന്നേ പോയിട്ടുള്ളൂ മൊത്തത്തിൽ. സോ അതാ പറഞ്ഞത്. അപ്പോൾ അത്ര ഒരു ഫുൾ സ്റ്റേറ്റിനെ ഒഫൻഡ് ചെയ്തു. പക്ഷേ സ്റ്റിൽ ആ പടം ഇറങ്ങി ഇതെല്ലാം കാണിച്ചു. സോ ഷൈന പറഞ്ഞത് ഒരു നേരെ തിരിച്ചൊരു മുസ്ലിം ഒരിക്കലും ആ പടം പീസായിട്ട് ഇറക്കുവാണെങ്കിൽ അത് കേരളത്തിൽ work ചെയ്തില്ല. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ അവർ സെൻസർ ബോർഡ് ഇറക്കാൻ ശ്രമിക്കാൻ തോന്നില്ല. ലൈക്ക് ഹിന്ദുക്കൾ ഇങ്ങനെ വയലൻസ് കാണിക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ അവരൊരിക്കലും ആ പടം ഇറക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ. സോ നിങ്ങളുടെ തോട്ട്സും സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞ് അറിയിക്കുക. ആൻഡ് ദാറ്റ് ബീങ് സെഡ് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് നമ്മുടെ എലോൺ മസ്കിൻ്റെ ടോപ്പിക്കാണ്. മസ്ക് സോ ഇന്ന് ആ ഒരു നെറേറ്റീവ് ഇത്രയും പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പുള്ളി സ്റ്റാർട്ട് ചെയ്ത സംഭവം ഇന്ന് എല്ലാവരും ഇത്രയും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ ഇൻഫ്ലുവൻസ് വേറെ ലെവൽ. അതാണ് എനിക്ക് ആദ്യം തന്നെ ഈ സംഭവം നോക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. മാർസി പോകണമെന്ന് ആരും ഇതുവരെയും പറഞ്ഞു നടന്നിട്ടില്ല, എക്സെപ്റ്റ് ഓൾ ഓഫ് എ സഡൻ ഒരു മില്യനെയർ, പിന്നെ ബില്യനെയർ ആവുന്നു, പിന്നെ ഓൾമോസ്റ്റ് ട്രില്യനെയർ ആവുന്നു. ആൻഡ് പുള്ളിയുടെ ഒരു വിഷൻ അത് ഇത്രയും ജനങ്ങളിലേക്ക് കുത്തി എത്തിക്കാൻ പറ്റിയത് തന്നെ അത് അത്രയും വലിയ ഇൻഫ്ലുവൻസ് വേറെ ആർക്കും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി സംഭവം സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് പുള്ളിയുടെ കയ്യിൽ. അങ്ങനെ പുള്ളി ചെയ്യുന്ന കുറച്ച് മൂവ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ വിഷൻ, ഇത്രയും വലിയ വിഷനുള്ള ഒരാളും എനിക്കറിയാവുന്നതിൽ ആരും ഉണ്ടാകത്തില്ല ഈ ഒരു എൻ്റയർ പ്ലാനറ്റിൽ തന്നെ. സോ കുഡോസ് ടു ദാറ്റ് ഗൈ. ആൻഡ് ദെൻ പുള്ളി അഗൈൻ വീണ്ടും പല ടോപ്പിക്കിൽ ഇപ്പോൾ ബെൻസ്ബേർഡ് ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ Why do we want to go to Mars? It's uninhabitable. It's very inhospitable. That's true. It is. Like, you have to be in like domes and everything, and you're just breathing. Initially domes. Yes. Really? How long before we could turn Mars into someplace where we could live? It is a fixer-upper of a planet. At first you're going to have to live in transparent domes, but eventually... Yes, we're going to be huffing each other's stank. Yeah, but eventually you can transform Mars into an Earth-like planet. Why?
സോ യാ ബെൻസ് ബൈ, ഇതിൽ നിന്റെ തോട്ട്സ് എന്താ? നിനക്ക് എന്താ ഓട്സ് തോന്നുന്നു? അയച്ചട്ടെ. അതില് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ചാൻസ് വന്നാൽ നിങ്ങൾ മൂവ് ചെയ്യോ? ചോദിക്കട്ടെ അതിന് മുമ്പ്. മാർച്ചിലോട്ട് പോകാനോ? മാക്സിമം മൂവ് ചെയ്യാൻ, ജസ്റ്റ് വിസിറ്റ് അല്ല കേട്ടോ, മൂവിങ്. അതിനു വേണ്ടി ഇവിടുത്തെ സാഹചര്യം എന്തായിരിക്കും നിങ്ങൾ അറിയണമല്ലോ. ഇവിടെ 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 survive ഇവിടെ ചെയ്യാൻ വലിയ പറ്റില്ല. ഓക്കെ. വളരെ കുറച്ച് പേർക്ക് മാർച്ചിലോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നെങ്കിൽ അത്രയും ഫൈനാൻഷ്യലി ഇതായിട്ടുള്ള ആളായിരിക്കണം അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ. നെക്സ്റ്റ് ഞാൻ മൂവ് ചെയ്യും. നീ മൂവ് ഞാൻ നീയോ? ഞാൻ മൂവ് ചെയ്യത്തില്ല. ചെയ്യത്തില്ല. അല്ല, പക്ഷെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യും? ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ മൂവ് ഇപ്പൊ നമ്മുടെ മറ്റേ ആ ഈ സിനിമ എന്താ ഇൻട്രസ്റ്റെല്ലാർ ഇവിടെ- പോലെയാണ്. ഫുള്ള് പൊടിയായി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. ഇവിടെ അല്ല. സർവൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ആംഗിൾ, രണ്ടാമത്തെ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ വരുന്നതെന്ന് ഉള്ളതും കൂടി അല്ല, നോക്കണം. അവിടെ എത്തുമെന്നുള്ളത് അറിയത്തില്ല ഒന്നാമത്. അത് അല്ല, അവിടെ ലൈക്ക് ലെറ്റ്സ് പുള്ളി അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്ത് എല്ലാ ബില്യനേഴ്സും പോയി അവിടെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവിടെ അത്ര സെറ്റ് ആണെങ്കിൽ അത്ര അട്രാക്റ്റീവ് ആണ് ആ സ്ഥലമെങ്കിൽ പിന്നെ അവിടെ ഇത്രയും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ പറഞ്ഞു നടക്കാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോയി എടാ, എനിക്ക് 9 to തോന്നുന്നു 4. നമ്മളെ എർത്തിന്റെ ആകപ്പാടെ ലെസ് ദാൻ 1% ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളൂ. അതറിയാവോ? അത് ഇതൊന്ന് നോക്കട്ടെ എത്ര പെർസെന്റേജ് അങ്ങോട്ട് ഒക്കുപ്പൈ ചെയ്തേക്കുന്നത്. ബാക്കിയൊക്കെ അത് അപ്പൊ human 5% എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ എർത്ത് ഫുള്ള്. ഓ, അപ്പൊ ആലോചിച്ച് ഇനി ഒരിടത്ത് അടിഞ്ഞു കൂടിയിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എർത്ത് തന്നെ വരെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എടാ അപ്പൊ പിന്നെ ബാക്കി നമ്മള് ഓഷ്യനും കാടും ഒക്കെ അതാണ്. അങ്ങോട്ട് എങ്ങനെ പോകാനാ? 64% ഓഷൻ അല്ലേ? അതെ അതെ അതിൽ തന്നെ ഇപ്പോ ഈ ആദ്യ എർത്ത് ഫുള്ള് കാടായിരുന്നല്ലോ, പിന്നെ നമ്മൾ വെട്ടിത്തെളിച്ച് എടുത്തതല്ലേ. പക്ഷേ പിന്നെ വേണോന്ന് ഇനിയുള്ള ബാക്കിയൊക്കെ ഫുള്ള് ആർട്ടിക്കൽ ഐസാ ഫുള്ള്. അവിടെ പോയി താമസിക്കാൻ പറ്റൂല. എവിടെ നോർത്ത് പോളും സൗത്ത് പോളും ഐസാ ഫുള്ള്. ബട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. ആമസോൺ പിന്നെ ഡെസേർട്ടാ, അങ്ങോട്ട് പോകാൻ പറ്റൂല. അവിടെ പോകാൻ പറ്റാടിക്കൊന്നുമില്ല. കാരണം ഇപ്പൊ Desert ഇല്ല. ദുബായിലാണെങ്കിൽ തന്നെ ഐ മീൻ അവിടെ ഡെസേർട്ട് തന്നെയല്ലേ, അവിടെ ആൾക്കാർ സർവൈവ് ചെയ്യുന്നില്ലേ? അതിലും വലിയ ഡെസേർട്ടുകളുണ്ട്. ഉണ്ട്. പക്ഷേ അങ്ങോട്ടൊക്കെ അതാ പറഞ്ഞേ, ഇപ്പൊ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ മരമൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ അവിടെ ഫുള്ള് വെട്ടിത്തെളിച്ച് ഇവിടെ പോലെ അത് നശിപ്പിക്കേണ്ടി വരും. മാഴ്സലും പക്ഷെ മരമൊന്നും ഇല്ലല്ലോ. അവിടെ ഉണ്ടാക്കിയൊക്കെ എടുക്കണ്ടേ. അതാ പിന്നെ ഉണ്ടാക്കി അതിനും ഭേദം ഇവിടെ അതാണ് പ്രശ്നമെങ്കിൽ, അതായത് സർവൈവലാണ് പ്രശ്നമെങ്കിൽ അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഇവിടെ. പക്ഷെ ഇവിടുത്തെ കുഴപ്പം പറഞ്ഞാൽ ഇവിടുത്തെ റിസോഴ്സസ് ഒക്കെ കുറഞ്ഞു വീഴുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അവിടെ റിസോഴ്സസ് ഇല്ല. അവിടെ മാഴ്സില്. resource ഉണ്ടല്ലോ, അവിടെ റിസോഴ്സ് ഉണ്ടല്ലോ. അവിടെ ഡോം പോലെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കണം. അപ്പോഴോ റിസോഴ്സസ് ഒക്കെ ഉണ്ട് അവിടെ. അവിടെ പുതിയൊരു പ്ലാന്റ് ആ എന്നാ ഓക്കെ. നല്ല പ്ലാന്റ്. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് Again, Earthന് എനിക്ക് beyond ജീവനുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജീവിക്കാൻ പറ്റും? അത് എർത്തില് ബിയോണ്ട് ലൈഫ് ഒക്കെ കാണും. പിന്നെ അതെന്തായാലും കാണും. ജീവിക്കാൻ പറ്റും, സർവൈവ് അത് ലൈഫ് ഉണ്ടാവുന്നതാണോ അതോ സർവൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതെനിക്കറിയില്ല, അത് പറ്റുമായിരിക്കും. പക്ഷേ ഈ പുള്ളി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് എനിക്കെന്തോ ഒരു പുള്ളി എന്തോ ഡിയറ്റ് കളിക്കുകയാണെന്ന് എനിക്കൊരു തോന്നൽ. കാരണം ഇതാലോചിക്ക്, അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിയുടെ ഡോം, പുള്ളിയുടെ സ്യൂട്ട്, അതായത് പുള്ളി കൺട്രോൾ ചെയ്യുന്ന ഡോം, പുള്ളി കൺട്രോൾ ചെയ്യുന്ന സ്യൂട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ ആയിരിക്കത്തില്ലേ പുള്ളിയുടെ? ഇവിടെ നമ്മളങ്ങനെ അത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് പുള്ളിയുടെ അണ്ടർ ഇതിലല്ല, നമ്മൾക്ക് ഇതുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിയുടെ എന്തുണ്ടെങ്കിലും പുള്ളിയുടെ ഇതിലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ സ്യൂട്ടിനകത്താ, നമ്മൾ കൈ അനക്കണമെങ്കിൽ പോലും പുള്ളി ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് ഐ മീൻ പുള്ളി ഒരു പുള്ളിക്ക് ഐ മീൻ ഡിയറ്റി ആകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ എന്തിനാണ് പുള്ളി മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ എന്തിനാ പുള്ളിക്ക് അങ്ങനെ ഒരു ഇതെന്തിനാ ആഗ്രഹം? എന്താ മനുഷ്യരെ എല്ലാവരും അവിടെ കൊണ്ട് എത്തിക്കണം, ഹ്യൂമൻ മാൻകൈൻഡിന് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പുള്ളി ആഗ്രഹിക്കുന്നത് എന്തിനാ? അതായത് പുള്ളി അത്രയും വലിയ മനസ്സുള്ള ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനസ്സിന്റെ അല്ല പുള്ളി പറയുന്നത്, അത് അച്ചീവ് ചെയ്യാൻ പറ്റണം. അതായത് ഇവിടെ ഈ പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലോട്ട് ഇപ്പം നമ്മളിപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന പോലെ അത്ര ഈസി ആവണമെന്ന്. അതായത് പ്ലാനറ്റ് ടു പ്ലാനറ്റ് ഈ യാത്രയും വിസിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലാകും. പക്ഷേ ഈ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കെന്തോ അതിനകത്ത് എന്തോ പുള്ളി വേറെന്തോ കാണുന്നത് പോലെ തോന്നുന്നു. എനിക്കങ്ങനെ വിഷൻ അതാ. പുള്ളി നമ്മളെ പോലെയല്ല ചിന്തിക്കുന്നത്. പുള്ളി ചിന്തിക്കുന്നത് വേറെ ലെവലിലാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെ ആലോചിക്കുക. പണ്ടാണെങ്കിൽ നമുക്കൊന്നും ഇല്ലായിരുന്നു, ലൈറ്റ് ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആർക്കും ഒരു വിഷൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് ഉള്ളത്. അതിന് ഇപ്പോഴും പക്ഷെ നമ്മൾ വിചാരിക്കും സ്പേസ് ട്രാവൽ വേറെ പ്ലാനറ്റ് പോയി താമസിക്കുന്നത് വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ കേൾക്കുമ്പോൾ പക്ഷെ പോകണം. പുള്ളിക്ക് ഒരു ഇതുണ്ട്, പുള്ളിക്ക് അത് സാധിച്ചെടുക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെ എന്ന് പറയുന്നത് നമ്മള് മനുഷ്യന്മാർ ഇവിടെ ഈ പ്ലാനറ്റിൽ ഉണ്ടായി, പക്ഷെ നമ്മൾ ഇവിടെ മരിക്കാൻ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത്. മനസ്സിലായി. അങ്ങനെ കുറെ പ്ലാനറ്റുകൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അവസാനം റിസോഴ്സ് ഒക്കെ തീർന്ന് കുറെ പ്ലാനറ്റുകൾ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അങ്ങനെ ചത്തുപോകാൻ പാടില്ല. നമ്മള് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അതെ, ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾക്ക് അതാ പറയുന്നത്, നമ്മൾ ഇവിടെ ആവശ്യത്തെ റിസോഴ്സ് ഇനിയും ബാക്കിയുണ്ട്, കുറേ ബാക്കി. പക്ഷെ പുള്ളി പറയുന്നത് നമ്മൾ ഇവിടെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല, നമ്മൾ പുറത്തേക്ക് പോകാം. ഈവൻ നമ്മൾ ഇവിടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അറ്റ് വാട്ട് കോസ്റ്റ്? നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ 100% പുള്ളിയുടെ അണ്ടർ കൺട്രോൾ ആണെങ്കിലോ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് 911 വിളിച്ച് അവിടെ സ്പേസിലോട്ട് പോലീസ് എത്തത്തില്ലല്ലോ. അതാ പറഞ്ഞേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു ഡിയറ്റ് കളിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി പുള്ളിയുടെ അണ്ടർ കൺട്രോൾ ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അല്ലെങ്കിൽ അത്രയും മനസ്സുള്ളവനാണെങ്കിൽ ഇയാൾക്ക് ഭൂമിയിൽ എന്തുകൊണ്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇല്ല. അപ്പോൾ അതില്ല. അപ്പോൾ അതാ ഞാൻ പറയണേ, എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറ. പുള്ളിക്ക് ഇതിട്ട് കളിച്ചു നോക്കാനുള്ള കാശുണ്ട്.
സോ അപ്പോൾ പുള്ളി പറഞ്ഞത് എന്നാ ഈ വിസിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലാവും നമ്മളെല്ലാ പ്ലാനറ്റും പോകണം എല്ലായിടത്തും, അതെനിക്ക് മനസ്സിലാവും, പോയിട്ട് തിരിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മാർസിൽ നമ്മളൊരു റോവർ വിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ ഫോട്ടോസ് കാണാറുണ്ട്, മാർസിന് എടുത്താന്നൊക്കെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് മാർസിൽ തന്നെ വരുന്ന ഫോട്ടോയാണ്? അത് അത് പറയാൻ വിശ്വസിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇന്ത്യ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നല്ലോ. നമ്മുടെ ഇന്ത്യയും അങ്ങോട്ടൊരു ഇന്ത്യ ഇത് മാർസിൽ വിട്ടായിരുന്നു. അത് പോയില്ല. വിട്ടു അവിടെ ചെന്ന് ലാൻഡ് ചെയ്തല്ലോ. മംഗൾയാനല്ലായിരുന്നു മംഗല്യാൻ സാറ്റലൈറ്റ്. പക്ഷെ അവിടെ ഒരു Okay. റോവർ ഇറക്കി അവര് ഇന്ത്യ. ലാൻഡ് ചെയ്യിപ്പിച്ചു ഇന്ത്യ 2 വർഷം മുമ്പ്. അതിൽ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ വന്നായിരുന്നു. അത് ഇന്ത്യ ഇത് മൂണിലോട്ടല്ലേ വിട്ടെ, മൂണിന്റെ ആ ഡാർക്ക് അത് വിട്ടു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടും വിട്ടായിരുന്നു, മറ്റേടത്തോട്ടും വിട്ടായിരുന്നു. അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇല്ലേ ഇത് ഒന്നാണോ? പക്ഷേ അയ്യോ. അത് സ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ റോവറിൽ നിന്നാണ് അത് ഫോട്ടോസ് വരുന്നത്? കാരണം ഇവിടുന്ന് മാർസ് വരെ എത്തുക എന്ന് പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. അതും ഹ്യൂമൻസിനെ അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാന്ന് നമുക്കൊന്നും- പറയുന്നത് ആദ്യം നമ്മൾ പണ്ട് ഒരു എത്രയാ 19 ബ്ലാ ബ്ലാ സംതിങ്ങില് ചന്ദ്രനിലേക്ക് ആൾക്കാരെ വിട്ടു. അത് ഫേക്കാണെന്ന് അത് പറഞ്ഞത്. ഭയങ്കര കോൺട്രവേഴ്സി നിൽക്കും ഇപ്പോഴും. അത് സോ വൻ അപ്പോൾ fake ആണെന്ന് അത് കഴിഞ്ഞ് അങ്ങനെ ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ കൂടെ പറ്റിയിട്ടില്ല. സോ അത് നിലനിൽക്കുമ്പോൾ മാർസിലോട്ട് പോകുന്ന കാര്യമൊക്കെ സംസാരിക്കാം. പക്ഷേ അത് എന്തുമാത്രം പോസിബിൾ ആണെന്നുള്ള കാര്യം എനിക്കിപ്പോഴും അതിൽ നെയിൽ ആംസ്ട്രോങ്ങിന്റെ ഒരു ഇതിനകത്ത് ഇത് കണ്ടായത് അമിതിന്റെ തന്നെ. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ ബൈബിള് കാണിച്ചിട്ട് പറഞ്ഞു അത് ഇതേ തൊട്ട് സത്യം ചെയ്യാവെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ് പറ്റത്തില്ല. അവനെ ഞാനത് അവനെ അത് ചെയ്യത്തില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കോൺട്രവേഴ്സി. അത് പക്ഷേ പുള്ളി എന്തിനും അപ്പൊ പുള്ളി ഒരു 100% ബിലീവർ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ- പുള്ളി പറഞ്ഞ അതെ, അതെ. കള്ളമാണ്. പക്ഷേ അതുകൊണ്ട് ഇയാൾക്ക് പണി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം മനസ്സിലായത് പുള്ളി മറ്റേ ആ സ്പേസ് ക്രാഫ്റ്റ് ഒരെണ്ണം മുകളിലോട്ട് വിട്ടിട്ട് ആ സാധനം തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മറ്റേ ആ സെയിം ഇത് തന്നെ. സാധാരണ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കളയുകയോ ചെയ്യുന്നത്. റീയൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇത് പോയ സാധനം നേരെ വന്ന് അങ്ങനെ അത് വീണ്ടും വന്നിരിക്കും. ഉപയോഗിക്കാൻ പറ്റും. അതൊരു അത് ഭയങ്കര എഞ്ചിനീയറിംഗ് മാർവലാണ്. അതെ, അതെ, അത് ലാൻഡ് ചെയ്യുന്ന സാധനം കാണും, രക്ഷയില്ല. അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നു പറയാം. നമ്മൾ ടോപ്പിക്കിന്ന് ഡീവിയേറ്റ് ചെയ്ത് തോന്നുന്നു. ഇല്ല. സോ ബേസിക്കലി അവിടം വരെ എത്താനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നു എനിക്ക് തോന്നുന്നു. അന്നേരം ഇലോൺ മസ്ക് ഒന്നും ജീവനോടെ ഉണ്ടാവുന്ന തോന്നുന്നില്ല എനിക്ക്. അത് ഞാൻ ചോദിച്ചാ അപ്പൊ അതായത് പക്ഷേ അത് മനസ്സിലായി. അതേ പറഞ്ഞ ഐ മീൻ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഇതെല്ലാം ഇപ്പോൾ നമുക്കറിയത്തില്ല അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ എർത്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല, സ്പ്രെഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുള്ളൂ. എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ? ഇല്ല, നമ്മൾ 5% ഫുൾ എർത്ത് അത് എക്സ്പ്ലോർ ഓഷ്യന്റെ ചെയ്തിട്ടുള്ളൂ. ആയിരിക്കും. അല്ല, ഫുൾ എർത്ത് 5%. അതൊന്നും നോക്കടാ, ഈ ഒരു- എർത്ത് എത്ര എക്സ്പ്ലോർ ഈ ഒരു ചെയ്തു. അത് എന്തായാലും നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു കോൺട്രവേഴ്സി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ ഈ ഒരു ബുക്ക് 1912 ആ ഒരു 1949 എന്തൊരു ബുക്കാണ്. ആ ഒരു ബുക്കിന്റെ പേര് പ്രൊജക്ട് മാർസ് എ ടെക്നിക്കൽ ടേൽ. ഈ ബുക്കില് മാർസിലൊരു കിങ് ഉണ്ട്. And ആ കിങ്ങിന്റെ പേര് എലോൺ ആണ്. എലോൺ മസ്ക്. Now ഇതില് again ഇത് അപ്പന്റെ verified പേരോ അല്ല. അപ്പന്റെ പേര് എന്തോ ഒരു സീൻ ഉണ്ടല്ലോ. പുള്ളിയുടെ Correct. അപ്പന്റെ സോ പറയപ്പെടുന്നത് എലോണിന്റെ ഫാദർ അല്ലെങ്കിൽ എലോണിന് പേരിട്ട ആൾക്കാർ ഈ ഒരു ബുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളിക്ക് ആ പേരിട്ടെന്നാണ്. ആൻഡ് ആ ഒരു ബുക്കിലെ ക്യാരക്ടർ കിങ് ഓഫ് മാർസ് ആണ്. നോ അത് വെരിഫൈഡ് അല്ല. അത് ആക്ച്വലി പുള്ളി- ഫാക്ച്വലി ആരും ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാനിത് നോക്കിയിട്ടാണ് പേരിട്ടേന്ന്. ബട്ട് ആ ഒരു കോൺട്രവേഴ്സി, ആ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതപ്പോ പുള്ളി ജനിക്കുന്നതിന് മുന്നേ പുള്ളി മാർസിനെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞ് പേരിട്ടോ. അല്ല, പുള്ളി ആ ഒരു നോവൽ വായിച്ച് ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ പേരൻസ് എലോണിന് പേരിട്ടാണ് എലോൺ. ഓക്കെ. ആൻഡ് ദെൻ എലോൺ വളർന്നു വന്നപ്പോഴത്തേനും പുള്ളിക്ക് ഈ ബുക്കിനെ ഇൻട്രസ്റ്റും ഈ ഒരു ബുക്കിലായിരുന്നു. സോ ഈ ബുക്ക് എന്തായാലും വെരിഫൈഡ് ആണ്. ഇത് വിക്കിപീഡിയയിലും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇത് കറക്റ്റ് ആണ്. അതിൽ ലീഡർഷിപ്പ് പുള്ളിയുടെ അപ്പൻ അതാ പേരിട്ടേക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഉം. പുള്ളിയുടെ അപ്പം ലൈക്ക് ആ ബുക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ആ മോന് പേരിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ലാസ്റ്റ് ഹവർ എലോൺ ഫാദേഴ്സ് ഹി വാസ് ഫുള്ളി അവെയർ ഓഫ്. ഓക്കെ പേരിട്ട സമയത്ത് ആ ബുക്കിനെ പറ്റി പുള്ളിക്ക് അറിയായിരുന്നു എന്ന്. ഓക്കെ, പക്ഷെ അല്ല ഇൻസ്പയർ ആയിട്ടാണോ അറിയില്ല. സോ അത് കേട്ടിട്ട് പ്രിൻസിപ്പാക്ക് എന്താ വന്നത്? എന്തുവാ അവന്റെ ഫാദർ ആ ഒരു ബുക്ക് വായിച്ചിട്ട് ആ ഒരു ലീഡറിന്റെ പേര് സംഭവങ്ങൾ പുള്ളിക്ക് അറിയായിരുന്നു ആ ബുക്കിനെ കുറിച്ച്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മോന് പേരിടുന്നു എലോണിന്. ആൻഡ് ദെൻ മോൻ വളർന്നു വന്നിട്ട് പുള്ളിയുടെ നമ്പർ 1 ഡ്രീം മാർസിൽ ലൈഫ് കൊണ്ടുവരാന്നുള്ളതാണ്. അത് എത്ര അതൊരു- സൈക്ലിക്കലാണ് ആ ഒരു സംഭവം. കുറച്ച് അങ്ങനെ ചോദിച്ചു വളരെ കഴിഞ്ഞാൽ വലിയൊരു കോയിൻസിഡൻസ് ആയി പോയില്ലേ. പിന്നെ ഞാൻ ഈ സംഭവം ആദ്യം കേട്ടപ്പോഴത്തേനും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അണ്ടർലോണ ഞാൻ ഇപ്പോഴാണ് അത് ഫാക്ട് ചെക്ക് ചെയ്യുന്നത്. അതൊക്കെ അത് അവർ പുറത്ത് വന്നിട്ട് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഇട്ടേന്നും പറഞ്ഞിട്ടില്ല, ഇടാത്തേന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇങ്ങനെ എയറിൽ കിടക്കുന്ന ഒരു അത് സംഭവം. ശരി. അപ്പൊ അയാളുടെ ഡാഡിക്കും ഇങ്ങനെ അജണ്ട ഉണ്ടായിരുന്ന ചുമ്മാ. പക്ഷെ ഡാഡിക്ക് അജണ്ട ഉണ്ടെങ്കിലും പുള്ളി മോണിൽ എങ്ങനെ എടുത്തിക്കാൻ പറ്റുന്നത്? അതെന്താ മോൻ, അത് മോൻ വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കണേ, പറഞ്ഞു കൊടുത്താ പോരെ. കൊച്ചിലോട്ട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്താ പോരെ. പുള്ളിയുടെ എനിക്കൊന്ന് എവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളിക്ക് എവിടെ നിന്നാണ് ഇതിന്റെ ഇൻസ്പിറേഷൻ സംഭവം വന്നത്. Again, ഞാൻ പറഞ്ഞ ഇയാൾ ജസ്റ്റ് കിങ് ആകാൻ നോക്കുമെന്നല്ല, ഇയാൾ ലിറ്ററലി പ്ലേയിങ് ഗോഡ് ആകാൻ നോക്കാന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡിയറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഫുള്ളി അണ്ടർ കൺട്രോൾ. ഇതെല്ലാം ചോദിക്കുക, അയാൾ വിചാരിക്കാതെ എനിക്ക് കൈ പോലും പൊക്കാനൊക്കത്തില്ല. ഫുള്ളി ഡോം, അതായത് പുള്ളിയുടെ സ്യൂട്ടിലും പുള്ളിയുടെ ഡോമിലുവാ. സൂട്ടൊക്കെ ഉണ്ടോ കൊടുത്തിട്ട്? അത് കാണിച്ചില്ലായിരുന്നോ മാർസിൽ അവിടെ മാർസിൽ ചെന്ന് എത്തിക്കഴിയുമ്പോൾ ഉള്ളേ. നമുക്ക് എനിക്ക് തോന്നുന്നു അവിടുത്തെ പുറത്തെ എയർ ഒന്നും ശ്വസിക്കാൻ ഒറ്റയടിക്ക് പറ്റില്ല. പറ്റത്തില്ല. ഉഫ്, എന്നാ പിന്നെ. ശോകമാണ്. നിങ്ങൾക്ക് എന്താ നിനക്ക് അതാണ് തോന്നുന്നത്. ഓക്കെ, ഇല്ല. ഈവൻ പുള്ളിയാണെങ്കിൽ ആ വീഡിയോയുടെ എനിക്ക് തോന്നുന്നു നീട്ട വീഡിയോയിൽ പുള്ളി പറയുന്നത് മാർസ് ആദ്യം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇതാണെങ്കിൽ അവിടെ
പുള്ളി പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 പോളിലും കൊണ്ട് ന്യൂക്ക് ഇടുക ആ, എന്നുള്ള. ക്ലിയർ ഇട്ടോണ്ടിരിക്കണം, കുറെ ആ, ഇട്ടിട്ടിട്ടിട്ട് വാങ്ങിച്ചിരിക്കണം. ആദ്യം അവിടെ വാം ആകണം. അതൊക്കെ നടക്കുന്ന നിനക്ക് എന്താ തോന്നുന്നത് കാര്യങ്ങളൊന്നുമല്ല. എത്ര ചാൻസ് ഉണ്ട് പുള്ളി മാർസിലെത്താനായിട്ട് നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്? എലോണിന്റെ കമ്പനി സ്പേസ് എക്സ് ആദ്യമായിട്ട് മാർസിൽ ഒഫീഷ്യലി ആൾക്കാരെ എത്തിച്ചു. അവിടെ നമ്മുടെ ലൈഫ് ടൈമിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ നമ്മളൊക്കെ കളവന്മാരാകുമായിരിക്കും ആ സമയത്തൊക്കെ. പക്ഷെ പുള്ളിയെ കൊണ്ട് ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കും, അതായത് അത് ചെയ്യാൻ പറ്റുമായിരിക്കും പുള്ളിയെ കൊണ്ട്. പക്ഷേ എനിക്കൊന്ന് ഈ ഡെക്കേഡിൽ തന്നെ എനിക്കൊന്ന് അവരെത്തും. ഇല്ല, ഈ പുള്ളിയുടെ ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ട് മിനിമം 5 years മാക്സിമം 10 years എന്ന്. പക്ഷേ ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 years ആയി എന്ന് തോന്നുന്നു. അത് ഞാൻ കണ്ടായിരുന്നു, ഞാനത് നോക്കേണ്ടതായിരുന്നു. ഓൾറെഡി എന്തായാലും സ്പേസ് ഷിപ്പ് പോയി തിരിച്ചു വന്ന് സാധനത്തിൽ കുടുങ്ങി നിൽക്കും. അത്രയും സെറ്റപ്പായി. റീസൈക്കിൾഡ് ആയിട്ടുള്ള സ്പേസ് ഷിപ്പ് സ്പേസിൽ പോയി തിരിച്ചു വന്ന് പൊട്ടത്തില്ലാതെ അവിടെ തന്നെ ആ ഒരു ലോഞ്ച് ചെയ്ത് തന്നെ കൊണ്ടു എത്തിക്കാൻ പറ്റും. അപ്പൊ അത്രയും ടെക്നോളജി ആയി. ഇനി മനുഷ്യന്മാർ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നുള്ളത് കൂടി മാത്രം ഫിഗർ ഔട്ട് ചെയ്താൽ മതി. അല്ല, മാർസ് വരെ മാർസ് വരെ എത്തണ്ടേ ആദ്യം? എർത്തിന്ന് പുറത്തു മാർസ് പോയി, വരെ എത്തണ്ടേ? പിന്നെ ഇത് അറ്റ്മോസ്ഫിയർ മാത്രമേ കടന്നിട്ടുള്ളൂ. എർത്തിന്റെ ഓർബിറ്റ് ഇറങ്ങി, പിന്നെ മാർസിന്റെ അങ്ങോട്ട് പോയി, മാർസിന്റെ ഓർബിറ്റിൽ കയറി മാർസിൽ പോയി ലാൻഡ് ചെയ്യണം. പക്ഷെ അതിൽ നീ ചുരുമ്പ് പറഞ്ഞല്ലേ ആ സാറ്റലൈറ്റ് മാർസിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. അത് റോവർ വിട്ടു, പക്ഷെ അതിൽ ആൾക്കാരില്ല. അതും എനിക്കൊന്ന് എത്ര നാൾ കൊണ്ടായിരിക്കും അവിടെ എത്തിയത് ആ സാധനം. അത് കുറെ പക്ഷെ അതും ഞാൻ വിശ്വസിക്കുന്നില്ല. Again, അത് മാത്രമല്ല, നീ വിശ്വസിക്കുന്നില്ല അതിൽ നിന്ന് വരുന്ന മാർസിൽ ഫോട്ടോ? നിന്ന് വരുന്ന ഫോട്ടോ ആണെന്നൊന്നും ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. എത്ര ഇതുണ്ട്, റോക്കറ്റ് ഉണ്ടോ അവിടെ ലൈക്ക് ഫോട്ടോ എടുക്കുന്നത്? ഒരെണ്ണം എനിക്കൊന്നും മാത്രം ഒറ്റ റോവറേ ഉള്ളൂ. അതിപ്പം അല്ലല്ല. പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നല്ല, ആണോ? ഫുൾ ഉണ്ടോ? പെർസിവറൻസ്, ഏതോ പറഞ്ഞ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നിന്ന് പോയി, അതിന്റെ ലാസ്റ്റ് സിഗ്നലാ വന്നതെന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. പെർസിവറൻസ് ഉണ്ട്, ക്യൂരിയോസിറ്റി രണ്ട് ആക്റ്റീവ് റോവേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ. ഓക്കെ. നാസാസ് ക്യൂരിയോസിറ്റി ചൈനയുടെ ഉണ്ട്, ഉണ്ട്. ആൻഡ് പെർസിവറൻസ്. ഇതിലേതെങ്കിലും എലോണിന്റെ കമ്പനിയുടെ വല്ലതാണോ? അല്ല. ഓപ്പർച്യൂണിറ്റി പേരൊക്കെ കേട്ടോ, ക്യൂരിയോസിറ്റി, പെർസിവറൻസ്, ഓപ്പർച്യൂണിറ്റി, അതൊക്കെ അടിപൊളി പേരുകളാണ്. ഓക്കെ. പെർസിവറൻസ് ഇപ്പോഴും ഉണ്ട്. എനിക്കൊന്ന് മാർസ് റോവറിന്റെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തോ ലൈവായിട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കമ്പനി അതുള്ളതാണോ? പക്ഷെ അത് ഭയങ്കര എന്നാലും അവിടെ പോയി നിൽക്കട്ടെ, അതിനകത്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് കൊണ്ട്, അതായത് ഹ്യൂമൻ സർവൈവൽ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ കുറെ സമയം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ പുള്ളി അതെല്ലാം ക്രിയേറ്റ് ചെയ്യണ്ടേ. ഈവൻ നീ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം, നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഡോം പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ഏതോ ഒരു സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എവിടെയുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടേ. അതിൽ ആക്ച്വൽ ഡോം, അതിൽ ഇത്ര പേർക്ക് താമസിക്കാനുള്ള, അതില് വെള്ളച്ചാട്ടം ഉണ്ട്, അതില് ഒരു ഗാർഡൻ ഉണ്ട്, ഒരു ഏരിയ, അങ്ങനെ കുറെ ഇമേജസ് നോക്കിക്കോണം. ഇതുപോലത്തെ ഒരു സെറ്റപ്പ്. ഇതാരാ ആ ലൈറ്റ് ഇട്ട് കിടക്കുന്നത്? നാലാമത്തെയോ? അത് അതുപോലത്തെ ഒരു സെറ്റപ്പില് അത് എവിടെ ഉണ്ട്, ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മിസ്റ്റർ ബീസ്റ്റ് വീഡിയോയിൽ കണ്ടത് എന്തോ. ഇതുപോലെ അന്റാർട്ടിക്കയിലായിരിക്കും മിക്കവാറും. സോ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണെന്ന് തോന്നുന്നത് ബെൻസ് ബൈക്ക്? ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ലെറ്റ്സ് സേ പുള്ളി ഈഗോയിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പുള്ളിയുടെ അണ്ടർ കൺട്രോളിലായിരിക്കും. അതാ ഞാൻ പറയണേ. ഐ മീൻ ഫുള്ളി പുള്ളി എന്തുകൊണ്ട് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ പുള്ളിക്ക് ഗോഡ് ആവാനായിരിക്കും താല്പര്യം. എനിക്ക് അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ കയറി എനിക്ക് വായിക്കാൻ പറ്റുവാ. നിനക്ക് തോന്നുന്നത് പുള്ളി ഒരു ഗോഡായിട്ടും പുള്ളി ആ ഒരു പ്ലാനറ്റിന്റെ അതിന് വേണ്ടിട്ട് തന്നെയാണ് ഫുൾ ഹ്യൂമൻ കൺട്രോൾ പുള്ളിക്ക് ആവാൻ വേണ്ടിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തോ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇപ്പോൾ ഉള്ള പൈസയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഇപ്പോൾ ഇത്രയും പൈസ ഒരാൾക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തോട്ട് വന്നുകൂടാ? കാരണം പണ്ട് ആൾക്കാർ ഇത്രയും ഇതിൻ്റെ പകുതി പൈസ ഉണ്ടായിരുന്നവർ ഫുള്ള് ഒരു ഇത്രയും പോർഷൻ ഓഫ് ഏരിയ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി ഒഫീഷ്യലി ലീഡറും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ബെൻസ്ബായ് പറഞ്ഞ് ചിലപ്പോൾ ശരിയായിരിക്കും, പുള്ളിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നുകൂടെയെന്ന് ചോദിച്ചാൽ വരാം. ചിലപ്പോൾ പുള്ളി അതിനായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്ക് ഉള്ള പൈസ വെച്ച് അതൊരു ഒരു തെറ്റായിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പുള്ളിക്ക് കിങ് ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി അത് ചെയ്തൊന്നും വരും. കാരണം പുള്ളിക്ക് അത്രയും പൈസ ഉണ്ട്. അത്രയും പൈസ ഉള്ള ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്താലും അതുകൊണ്ട് കാര്യമില്ല. സ്റ്റിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ 1% പോലും പൈസ തീരത്തില്ല. അപ്പോൾ ഇത്രയും പൈസ ഉള്ള ഒരാൾക്ക് എർത്തിൽ എന്ത് ചെയ്താലും പുള്ളിയുടെ പൈസ തീരത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പൈസ പുള്ളി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാം നമുക്ക് അറിയാൻ പറ്റത്തില്ല പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ മേ ബി ഒരു 1% ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ബെനിഫിഷ്യലാണ് നമുക്ക് വേണ്ടി എന്തൊക്കെയുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ മൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ജനറേഷനിൽ അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നാളെ ഇപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടായിരിക്കും എർത്ത് ഇതാവുന്നത്, നമുക്ക് താമസിക്കാൻ പറ്റില്ലാത്ത ഒരു സ്ഥലമായി കൺവേർട്ട് ആവുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അടുത്ത 100 വർഷം വരെ എന്തായാലും ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല എർത്തിനെ പോലത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലം വേറൊരു സ്ഥലത്തുണ്ടെന്ന്.
ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇത്രയും എസ്പെഷ്യലി നമ്മൾ താമസിക്കുന്ന ഏരിയയൊക്കെ നമ്മളിപ്പോൾ സ്റ്റിൽ കാനഡയിൽ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് നാട്ടിൻ്റെ ഓർമ്മ വരും. നാട്ടിൽ എന്ത് ലൈഫായിരുന്നു കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എർത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു സർവൈവലിന് വേണമെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ എർത്തിനെ പോലെ വേറൊരു പ്ലാനറ്റ് ഉണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. ആൻഡ് എനിക്ക് എർത്ത് താമസിക്കുന്നത് തന്നെ കുറച്ചുകൂടി എർത്ത് പോലത്തെ വേറൊരു പ്ലാന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇല്ലില്ല, ഇത്രയും ഒരു അല്ല, കംഫർട്ടും അല്ല കാര്യങ്ങളും അതുണ്ടടാ ഒരു കെപ്ലർ 25b 425b ഏതോ ഒരു പ്ലാനറ്റ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ കെപ്ലർ ലൈഫ് ഫോ- കെപ്ലർ പക്ഷെ എന്നാൽ 425b നമുക്ക് എന്ന് അങ്ങോട്ട് പറയുന്നത്. മൂവ് ചെയ്യാൻ പറ്റില്ലാത്ത എന്താ? അവിടം വരെ അത് പക്ഷെ ഭയങ്കര ദൂരെയാണ്. അത് Lightyears- ഭയങ്കര lightyears ദൂരെയാ. ഭയങ്കര ദൂരെയാണ്. പക്ഷെ അത് എർത്തിനേക്കാൾ വലുതുമാണ്. എർത്ത് പോലെ തന്നെ ഇരിക്കുന്നത്. ഇവരെങ്ങനെയാ അത് കണ്ടുപിടിച്ച്? അത് കണ്ടുപിടിക്കാൻ അത് പറ്റുമല്ലോ. മറ്റേ Satellite വെച്ച് എനിക്ക് തോന്നുന്നു ഉണ്ടല്ലോ. ടെലസ്കോപ്പ് ഒക്കെ വെച്ചാന്ന് തോന്നുന്നു. ഇപ്പൊ അവിടെ 2 ടെലസ്കോപ്പ് ഉണ്ടല്ലോ, ഒരു ജെയിംസ് വെബ് ടെലസ്കോപ്പും പിന്നെ ഒരു ടെലസ്കോപ്പ് വെച്ച് പക്ഷെ അവർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ ഇത് എർത്തിനെ പോലെ തന്നെയുള്ള Shape അതാ ഉണ്ടോ? പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം നമുക്ക് Shape, ഇങ്ങനെ വിശ്വസിക്കാൻ shape. ഷേപ്പ് പറ്റില്ല. മീൻസ് അതായത് ആ ഒരു ബ്ലൂ ഗ്രീൻ അതെല്ലാം കൃത്യമായിട്ട് ഫോട്ടോ കാണിക്കുന്നുണ്ട്. അത് കെപ്ലർ മാത്രമല്ല. 425 സെർച്ച് ചെയ്യാവോ? അവിടുന്ന് റേഡിയേഷൻ ഒക്കെ വിടുമല്ലോ, അതൊക്കെ ഇത് എടുക്കും, സെൻസ് ചെയ്തെടുക്കും. എന്തൊക്കെ റേഡിയേഷൻ അവിടുന്ന് എക്സ്റേ പക്ഷെ അവിടെ ലൈഫ് ഉണ്ടോ എല്ലാം അപ്പൊ? എടുക്കും. അതറിയില്ല. അതൊക്കെ ലൈഫില്ല, പക്ഷെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ലൈഫുള്ള വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ലൈഫ് ഇല്ലാണ്ട് ഈ ഇപ്പോ വാട്ടർ വെള്ളം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ഇതായിരുന്നു വെള്ളത്തിനടിയിലൊക്കെ ഇതായിരുന്നോ സാധനം? ഇമേജ് സെറ്ററാ അത് കെപ്ലർ 25 ആയിരുന്നു. ഏതോ ഒരു- ആ 452 ആയിരുന്നു തോന്നുന്നു. ഹലോ ഇതെന്താണ് ഇത് സാറ്റലൈറ്റ് ആണോ? അല്ലടാ. എർത്ത് ടു എർത്ത് അതായത് എർത്ത് പോലെ തന്നെ എർത്തിനേക്കാൾ വലുതായ വലിയ വാട്ടർ ഉണ്ടോ? വാട്ടർ ഉണ്ട്. ഗ്രീൻ ആണ് കാണിക്കുന്നത്. ഐ മീൻ ലൈഫ് ഹാബിറ്റബിൾ സോണിലും അത്, അതായത് അതിന്റെ സ്റ്റാറിൽ നിന്ന് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോണിലാണ്. അപ്പോൾ അവിടെ ലൈഫ് പോസിബിളാ, പക്ഷെ ഉണ്ടോന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ സോ സോ അതൊക്കെയാണ് എൻ്റെ തോട്ട്സ്. ഓക്കെ സോ എൻ്റെ തോട്ട്സിൽ പറയുവാണെങ്കിൽ സോ ഇതിൽ ചില സംഭവങ്ങൾ ഇപ്പോൾ എ ഐയുടെ ഒരു ഡിബേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഐ ഉണ്ടെങ്കിൽ അത് ഹ്യൂമൻസിനെ ഫുൾ ഡിസ്ട്രോയ് ചെയ്യും. കാര്യം എ ഐ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും? എ ഐ സ്വയം പഠിച്ചു തുടങ്ങി എന്താവും? പ്രോഗ്രാം ചെയ്യാൻ നമ്മുടെ ആവശ്യമില്ലാതെ വരുമ്പോൾ ആ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ എന്താവും? അപ്പോൾ പിന്നെ ഹ്യൂമൻസിനെ ഫുള്ളി റിപ്ലേസ് ചെയ്തില്ലേ, പിന്നെ എ ഐ ഹ്യൂമൻസിനെക്കാട്ടും ബെറ്റർ ആവും. അപ്പോൾ പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? ആ ഒരു ഡിബേറ്റ് ഉണ്ട്. ബട്ട് ദെൻ അതിൻ്റെ മറു ഡിബേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഐ ഇപ്പോൾ എലോൺ മസ്ക് ക്രിയേറ്റ് ചെയ്താലും ജെഫ് ബോസസ് ക്രിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ഏത് കമ്പനി ഗൂഗിൾ ക്രിയേറ്റ് ചെയ്താലും ഏത് കമ്പനി ക്രിയേറ്റ് ചെയ്താലും അതെന്തായാലും നടത്താൻ പറ്റില്ല. ആ ഒരു റേസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതാരും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തും ബേസ്മെന്റിൽ ഇരുന്ന് അവൻ ക്രിയേറ്റ് ചെയ്യും. വർക്ക് എന്തായാലും നടക്കും, കാര്യം ഓൾറെഡി അതിൻ്റെ സംഭവം സ്റ്റാർട്ടായി. അപ്പോൾ ഇനി ഒരാൾക്കും പറയാൻ പറ്റത്തില്ല ഓക്കെ എ ഐ നമുക്ക് ഇവിടെ നിർത്താം. എല്ലാ ലീഡേഴ്സും ഒരു ടേബിളിൽ ഇരുന്ന് ഡിസൈഡ് ചെയ്യുവാണ് ഇനി മുതൽ എ ഐ ഉപയോഗിക്കുന്നില്ല, നമ്മൾ എ ഐ ബാൻ ചെയ്യുക. നടക്കത്തില്ല. അതിൻ്റെ പോയിന്റ് അത് കഴിഞ്ഞു പോയി. ആ ഒരു സംഭവം ഓൾറെഡി പുറത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അത് ജസ്റ്റ് ഇവോൾവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവോൾവ് ആകുന്നുള്ളൂ. ഇനി ജസ്റ്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ ആര് ബെറ്റർ എ ഐനെ ഉണ്ടാക്കുന്നുള്ളതാണ്. ലൈക്ക് ഒരു എ ഐനെക്കാട്ടും ബെറ്റർ ഈ എ ഐ. ലെറ്റ്സ് ഇത്ര എ ഐസ് നെഗറ്റീവ് പോയി, അപ്പോൾ ഇത്ര എ ഐ പോസിറ്റീവ് വന്നു. അത് മാത്രമേ ഇനി ഒരു സൊല്യൂഷൻ ഉള്ളൂ. അല്ലാതെ എന്തായാലും അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. ചെയ്യാനുള്ളവർ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനി അതിനെ പുറകോട്ട് വലിക്കാൻ നടക്കത്തില്ല. നമുക്കിനി എ ഐ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിബേറ്റ് എനിക്കൊന്ന് ആ ഒരു പോയിന്റ് കഴിഞ്ഞു. എ ഐ ഓൾറെഡി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എ ഐ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അതിനെ ബെസ്റ്റ് രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെവറേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലി. കാര്യം നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം വേൾഡിനൊരു ഗവൺമെൻറ് ഇല്ല, എല്ലാ കൺട്രികൾക്കുമാണ് ഗവൺമെൻറ്. അപ്പോൾ നമുക്കിനി അത് ആ ഒരു സംഭവം കഴിഞ്ഞു. സെയിം രീതിയിൽ ഈ ഒരു സംഭവം നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ സൈക്കോസ് ആണ്. ചില ആൾക്കാർക്ക് അവരുടെ വിഷൻ, അവരുടെ ഡ്രീം, അവരുടെ സംഭവങ്ങൾ വൺസ് അവർക്ക് ആ ഒരു സംഭവം മൈൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നിർത്താൻ പറ്റത്തില്ല. എലോൺ മസ്കിനെ നിർത്താൻ വേറെ ആർക്കും പറ്റത്തില്ല, എലോൺ മസ്ക് ഒഴിച്ച്. പുള്ളി എനിക്കൊന്ന് ശ്വാസം ഉള്ളപ്പോൾ വരെ പുള്ളി ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി ഇന്ന് ഒന്നും ഇല്ലാത്തതെന്ന് പുള്ളി സ്വയം ഇത്രയും വലിയ ഈവൻ ഞാൻ ഒരു നെറ്റ്വർത്തിൻ്റെ ചാർട്ട് എടുക്കുമായിരുന്നു. പുള്ളിയുടെ സെക്കൻഡുള്ള പുള്ളിയുടെ 3 ഇരട്ടിയാണ് പുള്ളിയുടെ നെറ്റ്വർത്ത്. പുള്ളിക്ക് വെച്ചാൽ 700 something billion 750യുടെ മുകളിൽ ബില്യൺസ് ആയി. മുട്ടിയല്ലോ പുള്ളി. ആണോ? 800 മുട്ടി. 800 സെക്കൻഡ് ഉള്ളത് എനിക്കൊന്ന് 250 അല്ലെങ്കിൽ 300 അടുത്തായിട്ടാണ്. സോ ആ ഒരു മാർജിനിലാണ് പുള്ളി ഓടുന്നത്. പുള്ളി ഓടുന്ന റേറ്റ് വേറെയാണ്. പുള്ളി ഒരു സമയം നിൽക്കുന്ന സ്ഥലങ്ങളിൽ അത്ര ആൾക്കാർ നിൽക്കുന്നില്ല. അപ്പം അത്രയും ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്ന പുള്ളിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനൊരു നല്ല കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ ഇത് ചെയ്യാനും പറ്റത്തില്ല. പുള്ളിക്ക് ഇൻവെസ്റ്റേഴ്സ് വേണം. പുള്ളി തന്നെ ഒരു സ്പേസ്ഷിപ്പ് ഉണ്ടാക്കി ഇത്രയും പേര് അവിടെ ചെയ്യണം. അത്രയും പൈസ പുള്ളിക്ക് അത് ആ റിസോഴ്സ് സംഭവം പുള്ളിയില്ല. അപ്പോൾ അഗെയിൻ അത് ആൾക്കാർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കും. ബട്ട് ദെൻ അഗെയിൻ ഇതിൽ ബോർഡും സംഭവങ്ങളും വരും. ഹോപ്പ്ഫുള്ളി നല്ല രീതിയിലായിരിക്കട്ടെ അവിടെ സംഭവങ്ങൾ. പക്ഷേ ഇതിനെ നിർത്താൻ പറ്റത്തില്ല നമുക്ക്. ആൻഡ് ആർക്കും അറിയത്തില്ല പുള്ളി ഏത് ഡയറക്ഷനിലാണ് പോകാൻ പോകുന്നതെന്ന്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എലോൺ മസ്ക് ഒരു ഫുള്ളി ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഫുള്ളി കാര്യം പുള്ളി ഒരു 2020 മുമ്പ് വരെ പുള്ളി ലിബറൽ ആയിരുന്നു. പുള്ളിക്ക് ഒരു പർട്ടിക്കുലർ ഐഡിയോൾ സംഭവമായിരുന്നു. 2020 ശേഷം പുള്ളിക്ക് കുറച്ച് ഇൻസിഡൻസ് ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളി
സൈഡ് പുള്ളി ഇച്ചിരി കൂടി സ്ഥലം മാറി, പുള്ളി ട്വിറ്റർ വാങ്ങിച്ചു, പിന്നെ പുള്ളി ഇച്ചിരി കൂടി മേ ബി റൈറ്റിലേക്ക് വന്നു, പിന്നെ റൈറ്റിലൊരു ഹീറോ ആയി, പിന്നെ ഇപ്പോൾ റൈറ്റിലും എനിക്ക് തോന്നുന്ന ആ ഒരു ട്രംപും പുള്ളിയും നടന്ന ക്ലാഷും സംഭവം ഇപ്പോൾ റൈറ്റിലും ഇല്ലാതായി ലെഫ്റ്റിലും ഇല്ലാതായി. അപ്പം അങ്ങനെയുള്ള അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ 2020 ഞാൻ പ്രസിഡൻ്റായിട്ട് ഓടാൻ പോകാമെന്ന് പറഞ്ഞു. അന്ന് പുള്ളി കുറേ ട്വീറ്റുകളും സംഭവം ഇട്ടായിരുന്നു, 2020 ഞാൻ പ്രസിഡന്റ് വരുമ്പോഴത്തേനും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമോ, ഞാൻ എന്താ പേരിടണ്ടേ, ഈ പേരിടണം, ഈ പേര്, അങ്ങനെയും കുറേ സംഭവങ്ങൾ പുള്ളി ചെയ്തായിരുന്നു. ഇപ്പോൾ അതൊന്നും പുള്ളി സംസാരിക്കുന്നില്ല. അപ്പോൾ പുള്ളി അങ്ങനെ ഭയങ്കര സെയിൻ ആയിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. പുള്ളിയുടെ ഈഗോ ഏറ്റവും വലിയ. സോ ഇതിൽ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി അവിടുത്തെ ലീഡർ ആവുമെന്നുള്ള സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ടില്ല. മേ ബി ഇപ്പോൾ ഒരു കമ്പനിയിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ അതിന് പുള്ളിക്ക് ഇച്ചിരി കൂടി കൂടുതൽ ഒപ്പീനിയൻ ഉള്ളത്. ഇപ്പോൾ മേ ബി ട്വിറ്ററിലെ ഏറ്റവും ഷെയർ ഉള്ളത് പുള്ളിക്കാണ്. അപ്പോൾ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ സംഭവം വരുന്നത്. സെയിം രീതിയിൽ മാർസിലേക്ക് പോകുന്ന ടെക്നോളജികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന മേ ബി പുള്ളിയാണെങ്കിൽ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഷിപ്പ് പുള്ളിയുടെ ആണെങ്കിൽ പുള്ളിക്ക് എന്തായാലും കുറച്ച് കൂടുതൽ അതിൽ ഒപ്പീനിയൻ സംഭവം വരും, കൂടുതൽ ഇച്ചിരി പവർ വരും അതിൽ. ആ സെയിം രീതിയിൽ ഇപ്പോൾ ഒരു കൺട്രിയിൽ പ്രസിഡന്റ് എങ്ങനെയാവുന്നത്, പ്രസിഡന്റ് ആവുന്നത് പുള്ളി ആലോചിക്കുകയാണ് ഈ ഒരു എൻറ്റയർ കൺട്രീനെ എനിക്ക് അതിനുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. അത് സാധാരണ മനുഷ്യൻ ആലോചിക്കുന്ന രീതിയല്ല. അത് ചില ആൾക്കാർ അങ്ങനെ ആലോചിക്കും, അണ്ട് അവർ പ്രസിഡന്റിനോടും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവരെ നിർത്താൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. പുള്ളി കറക്റ്റാണ് തെറ്റാണെന്ന് എനിക്കും അറിയത്തില്ല. പുള്ളിയുടെ ഇൻറ്റൻഷൻ സംഭവങ്ങളും ഭയങ്കര വീടാണ്. പുള്ളി ഇവൻ ഒരു നോർമൽ മനുഷ്യനല്ല. പുള്ളി സംസാരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് എവിടെന്നാ, പുള്ളിയുടെ തലയിൽ എന്തൊക്കെയോ നടക്കുന്നു, അതിൽ നിന്ന് 1-2 ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. സോ കണ്ടറിയാം. ഞാനും പുള്ളി ഫുൾ എലോൺ സൈഡൊന്നുമല്ല. കാര്യം എനിക്ക് ഇതുവരെയായിട്ടും പുള്ളിനെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതേ പറയും, പുള്ളി ഇപ്പോൾ ഒരു കൺട്രിയുടെ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഫുള്ളി അണ്ടർ കൺട്രോൾ ആണെന്ന് ആലോചിക്കുക. അത്രേ ഇതായിട്ടുള്ളൊരു മനുഷ്യൻ, കംപ്ലീറ്റ്ലി ഒരു ഫുള്ളി ഹ്യൂമൻസ്. പുള്ളിക്ക് സൂപ്പർ വില്ലൻ ആവണമെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെയാണല്ലോ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ അത്രയും ഫൈനാൻഷ്യലി കാശും ഇപ്പോൾ നീ പക്ഷെ അതാ പറയാം, അതുപോലെ സ്പേസിലേക്ക് റോക്കറ്റ് വിടാനായിട്ട് വേറെ ഏത് മനുഷ്യനാ പറ്റുന്നത്? ഓക്കെ, ഇത്രയും പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് Government അല്ലാണ്ട്. പക്ഷെ ഇപ്പോൾ എർത്തിലെ നമ്പർ 1 പുള്ളി അല്ലല്ലോ. എന്താ എർത്തിൽ പല കൺട്രികളുണ്ട്, പല കൺട്രികൾക്ക് പല ഗവൺമെന്റ് ഉണ്ട്. മേ ബി US പുള്ളി കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. പക്ഷെ പുള്ളിക്കുള്ള പൈസയും പുള്ളിക്കുള്ള പുള്ളിക്ക് സ്വന്തമായിട്ട് AI കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ വെച്ച് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? നിലവിൽ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിലവിൽ പുള്ളി സ്പേസിൽ പോകാനുള്ള സംഭവം പുള്ളി ഫുള്ളി സെറ്റ് ചെയ്തെടുത്തിട്ടില്ലല്ലോ. അഥവാ പറ്റിയാലും Space ഇല്ല, പുള്ളിക്ക് ഞാൻ പറഞ്ഞു, ലിമിറ്റേഷൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ലിമിറ്റ് അത് പുള്ളിക്കും അറിയാം. നല്ലൊരു ലിമിറ്റേഷൻ ഉണ്ട്, അധിക കാലം നിൽക്കില്ല എന്നൊരു ഇതുണ്ട്. കാരണം ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുള്ളിയുടെ അണ്ടർ കൺട്രോൾ അല്ല. നമുക്ക് ഒപ്പോസ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്, നല്ലതുണ്ട്. എല്ലാവരും ഇപ്പോൾ വെച്ചേ പുള്ളിയുടെ ഒരു സാധനം കയറി വൈറലായാൽ മതി, എല്ലാവരും അടിച്ചടിച്ച് താഴെ ഇടും. ഉറപ്പല്ലേ? സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഇടിയും എല്ലാം Yeah. പോകും. പുള്ളിയുടെ സ്റ്റോക്ക് പോയാൽ പുള്ളി പോയി, കാരണം പുള്ളിക്ക് മൊത്തം സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ 5 പൈസയില്ല കയ്യിൽ. ആൻഡ് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒബ്വിയസ് ഉള്ള ഒരു സംഭവം, പുള്ളി ആ ഒരു ട്രംപ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വന്നപ്പോഴത്തേനും പുള്ളി സംസാരിച്ച് നിർത്തിയത് ട്രംപിനെ പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് പുള്ളി നിർത്തിയത് പുള്ളിയുടെ ആ ഒരു പർട്ടിക്കുലർ ഏജൻസി സ്പേസ് എക്സ് ഓർഡറിങ് ഗവൺമെന്റ് ക്ലിയറൻസും ആണ്. വേണം. കാര്യം ഒരു കൺട്രീനെ റെപ്രസെന്റ് ചെയ്താണ് സംഭവം പോകുന്നത്. ആൻഡ് നാസയും അതായത് ഇപ്പോൾ ഒരു എൻ്റെയർ ഏജൻസി നടത്തുന്ന സംഭവമാണ് ഒരാൾ തന്നെ നടത്തുന്നത്. അപ്പം അത്രയും പവർ ഉണ്ട് ആ സംഭവത്തിന്. അത് ഗവൺമെന്റിന് ചടയെന്ന് പറഞ്ഞ് നിർത്താം. ഇത് നാഷണൽ സെക്യൂരിറ്റി ആണ്. SpaceX ബാങ്ക്രപ്റ്റ് ആവുന്ന സമയത്ത് നാസയുടെ ആ ഒരു ഡീൽ കിട്ടിയതിലാണ് അവര് ഫുള്ളി സർവൈവ് ചെയ്ത് പോയത്, പിന്നെ കമ്പനി ഗ്രോ ആയത്. അപ്പോൾ ഗവൺമെന്റിനെതിരെ ഇപ്പൊ പുള്ളിക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നു പുള്ളി ഇച്ചിരി സൈലന്റ് ആയത്. കാര്യം പക്ഷേ വൺസ് ആ ഒരു പവറും കൂടി കിട്ടി, ഓക്കെ സ്പേസ് ഇന്ന് പോകാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ചെയ്യില്ലെന്ന് ഒരു ഉറപ്പില്ല. ഇപ്പൊ പുള്ളിക്ക് ക്ലിയറൻസ് ഉണ്ട്, നാളെ ക്ലിയറൻസ് ആരുടെ വേണം, പുള്ളി എടുത്തുകൊണ്ട് പോയി അങ്ങനെ സംഭവം വരുമ്പോഴത്തേനും അതൊരു നല്ല സംഭവമാണ്. അറിയത്തില്ല അവർ എങ്ങനെ വരാൻ ബെൻസ് ബൈ പറഞ്ഞ ആംഗിൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ള പുള്ളിക്കാണ്. എല്ലാ കാറിലും എല്ലാ വണ്ടികളിലും എല്ലാ ഡേറ്റ ഉണ്ട്. ആൻഡ് ദെൻ സ്പേസിൽ പോകാനുള്ള ടെക്നോളജി ഉള്ളത് പുള്ളിയുടെ കയ്യിലാണ്. AI റേസിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട് റണ്ണറാണ്. ഏറ്റവും വലിയ ആൾക്കാർ സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ കൺട്രോൾ പുള്ളിക്കാണ്, ട്വിറ്ററിന്റെ. വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ബെൻസ്ബൈയുടെ പ്രഡിക്ഷൻ എങ്ങനെ ആവുന്ന 2035 ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടറിയാം. 2035 എല്ലാവർക്കും ഒരു ടാറ്റയൊക്കെ തരും. അതെന്താ 2035? ഒരു 10 വർഷം പുള്ളി ഒരു പറഞ്ഞത് ഒരു 10 വർഷം. decade-ലാവുമെന്ന് പറഞ്ഞു. നാളെ പോകാൻ പറ്റും. സോ അഗൈൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ബോഡി ക്ലോൺസ് അല്ലെങ്കിൽ ഫേസ് ക്ലോൺസ് സംഭവങ്ങൾ അത് ഭയങ്കരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഒരാളെ പോലെ ഒരാളുടെ ആ ഒരു മാസ്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനുള്ള ടെക്നോളജികൾ വീഡിയോസ് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങി. അപ്പോൾ എത്ര സെലിബ്രിറ്റീസ് ഉണ്ട് അങ്ങനെ ഓൾറെഡി ബോഡി ക്ലോൺ ആയിട്ട് നടക്കുന്നത്? നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അപ്പോൾ ഇല്ലെങ്കിൽ സെലീന ഗോമസിൻ്റെ ഒരു റീല് വൈശാഖ് ഷെയർ ചെയ്തായിരുന്നു. സോ അത് ഞങ്ങൾ പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വൈശാഖിൻ്റെ തോട്ട്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഒരു പർട്ടിക്കുലർ ആക്ച്വലി ഞാൻ വേറൊരു റീൽ ഓപ്പൺ ആക്കിയത്.
അതിൽ 2 റീൽ സേവ് ചെയ്തിട്ടുണ്ട്. സോ നീ ഷെയർ ചെയ്തത് ഒരു പർട്ടിക്കുലർ റീല് എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് എടുക്കേണ്ടി വരും. ബട്ട് ദെൻ ബേസിക്കലി അതിൻ്റെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ സെലീന ഗോമസിന്റെ റീല് വേറെ ഒന്നുമില്ല. പുള്ളിക്കാരിയെ ഇപ്പോൾ കറന്റ്ലി സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കും പഴയ ആൾക്കും തമ്മിൽ ഒരു സാമ്യമില്ല. ഐ മീൻ ഷേപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ അതല്ല ഈ കോൺട്രവേഴ്സീസ് പുള്ളിക്കാരി മരിച്ചു. പുള്ളിക്കാരി അല്ല ഇപ്പോൾ കറന്റ്ലി ഉള്ളത്. അതിന് പകരം മരിച്ചു പുള്ളിക്കാരി മരിച്ചു പോയായിരുന്നു. സോ ഭയങ്കര വലിയ കോൺട്രവേഴ്സി. അതായത് മരിച്ചു പുള്ളിക്കാരിക്കും പോയിട്ട് ജസ്റ്റിൻ തിരിച്ചു ബീബറും തമ്മിൽ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ആ പാസ്റ്റിൽ അവർക്കൊരു കൊച്ചുണ്ടായിരുന്നു. സോ ഇവർക്ക് ഇവർ ഇപ്പോൾ നമ്മൾ മുന്നേ സംസാരിച്ച പോലെ ഇവരുടെ സോൾ സെല്ല് ചെയ്തായിരുന്നു. സോ അപ്പോൾ അതിന് ചോദിച്ചത് ആ കൊച്ചിനെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞത്. സോ കൊച്ചിനെ കൊടുത്തില്ല. ബേസിക്കലി പുള്ളിക്കാരി സ്വയമായിട്ട് പുള്ളിക്കാരിയെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു. എന്നിട്ട് പുള്ളിക്കാരിയെ സാക്രിഫൈസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ വർഷത്തേക്ക് പുള്ളിക്കാരിയെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു. പുള്ളിക്കാരി എവിടെയായിരുന്നു എന്താണെന്നും. പക്ഷെ പുള്ളിക്കാരി അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊരു റീഹാബിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് പുള്ളിക്കാരിയെ കാണാനായിട്ടിരുന്നത് ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. സോ എങ്ങനെയായിരുന്നു പുള്ളിക്കാരി ഇരുന്നത് 2019 പുള്ളിക്കാരി എങ്ങനെയാണ് ഇരുന്നത് അങ്ങനെ അല്ലായിരുന്നു പുള്ളിക്കാരി പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇരുന്നത്. സോ അപ്പോൾ അന്നേരം തൊട്ട് ഈ കോൺസ്പിറസി കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ ഇത് കൂടുതലായത് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലും കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ്. സോ അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ക്ലോണിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ കാനിബലിസത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മനുഷ്യരെ തിന്നുന്ന കാര്യവും. സോ അപ്പം അതിനൊക്കെ മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ കാന്യെ വെസ്റ്റ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അന്നേരം പുള്ളി കുറേ ജ്യൂസിനെ ഇത് പറയുന്നു. പിന്നെ ക്ലോണിങ്ങിനെ പറ്റി പറയുന്നു. പുള്ളി ഈവൻ പറഞ്ഞു ഞാൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഡിസപ്പിയർ ആയി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ വരുന്നെങ്കിൽ അത് ഞാനായിരിക്കില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പുള്ളി പറഞ്ഞു. പക്ഷെ അന്നേരം എല്ലാവരും ഇയാൾക്ക് പ്രാന്ത എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. കാന്യെ വെസ്റ്റിന് പ്രാന്ത, പുള്ളി ചുമ്മാ പ്രാന്ത ഇങ്ങനെ വട്ടുതരാ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ ഫയൽസും കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനത്തെ കോൺവെർസേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അവർ ഇപ്പോൾ സോ കോൾഡ് ദേ ആരാ ദേ നമ്മൾ ഇപ്പോഴും നമുക്കറിയില്ല. ഇസ്രായേൽ. അങ്ങനെ പറയുന്നവരുണ്ട്. അല്ല ഇപ്പോൾ ഒരു വലിയ എലൈറ്റ് ക്ലാസ് ആൾക്കാരാന്ന് പറയുന്നവരുണ്ട്. സോ അപ്പോൾ ആ സോ കോൾഡ് ദേ അവർക്കെതിരെ ആരെങ്കിലും അലിഗേഷനോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും അങ്ങനെ. ഇപ്പോൾ കറൻ്റ്ലി എനിക്കറിയില്ല ആരൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന്. ബട്ട് സ്റ്റിൽ എന്നാലും ഭയങ്കര ഓബ്വിയസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹോളിവുഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. അവിടെ എന്താ നടക്കുന്നത് ഹോളിവുഡിൽ മാത്രമല്ല ഡിമോണിക് ഈവൻ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഹണി സിംഗ് പുള്ളിക്കാരൻ ആ റീഹാബ് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ എടുത്തു ആദ്യമായിട്ട് വന്നപ്പോൾ. സോ ബേസിക്കലി പുള്ളിക്കാരൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്തുവാ പുള്ളിക്കാരനെ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ ഇതുപോലെ ഒരു സ്ഥലത്തോട്ട് ഇൻവൈറ്റ് ചെയ്തു. പുള്ളി അങ്ങനെ പോയത് ഒരു ചർച്ചിലോട്ടാണ് പോയത്. സോ പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര നെഗറ്റീവ് വൈബായിരുന്നു. പുള്ളിക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ പേടിയാവുമായിരുന്നു. ശരീരമൊക്കെ വിറച്ച് ഭയങ്കര ഒരു സീൻ. സോ അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സ്കേറിയാണ്. സോ ഞാൻ ആ രണ്ടാമത് ഇട്ടേക്കുന്നത് മറ്റേ ഹ്യൂമൻ കാനിബലിസത്തെ കുറിച്ച് 2013 ഒരു പുള്ളിക്കാരി ഇതുപോലെ ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവർ മനുഷ്യരെ തിന്നുന്നത് ഞാൻ കണ്ടു. എന്തുവാ അതാണ് ആ വീഡിയോ. സോ ബേസിക്കലി അന്നേരം ഈ പുള്ളിക്കാരി പ്രാന്താന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരെ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് Rico Jimenez. She was a Mexican model and not to be believed. Don't. സോ ബേസിക്കലി പുള്ളിക്കാരി ഇതാരായിരുന്നു? ഇതൊരു മോഡലായിരുന്നു. മെക്സിക്കൻ മോഡലായിരുന്നു. മെക്സിക്കൻ മോഡൽ എന്തോ ആയിരുന്നു. സോ പുള്ളിക്കാരി ആരെ കുറിച്ചാ പറഞ്ഞെന്നൊക്കെ എന്തെങ്കിലും പുറത്തുണ്ടോ? ഇല്ല ഒന്നും പറഞ്ഞില്ല. ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരി എവിടാന്ന് പോലും ആർക്കും അറിയത്തില്ല. പുള്ളിക്കാരി ജീവനോടെ ഉണ്ടോ, പുള്ളിക്കാരി ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി ഇത്രയും പറഞ്ഞ കാര്യം അതിപ്പോഴും വൈറലാണ്, കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇപ്പോൾ കുറേ പുറത്ത് വന്നല്ലോ. ഐ മീൻ സാക്രിഫൈസ് നടക്കുന്നുണ്ടായിരുന്നു, മനുഷ്യരെ ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറേയൊക്കെ പുറത്ത് വന്നു. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി പറഞ്ഞത് ശരിയായിരുന്നു അന്ന് തൊട്ട് ഇതൊക്കെ നടന്നു വന്ന കാര്യങ്ങളായിരുന്നു. സോ അപ്പം ഇത്ര ഓബ്വിയസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ക്ലോണിങ്ങിന് ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് സെലീന ഗോമസ്. അറിയാവുന്നവർക്ക് ആൾക്കാർക്ക് അറിയാം. സോ ഇതാണ് സെലീന ഗോമസ്. ഇത് അധികം നാളെ പഴയ ഫോട്ടോസ് ഒന്നും അല്ല. അപ്പോൾ ഈ മുഖം വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യായിരുന്നു. ബട്ട് ഈ ഇതിൽ ആൾക്കാരൊന്ന് മുഖം ഓർത്ത് വെക്കുവാണെങ്കിൽ പുള്ളിക്കാരിയുടെ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് പഴയതൊന്നും അല്ല. ഞാനൊരു ലൈവിൻ്റെ ഒരു സംഭവം ഞാൻ പ്ലേ ചെയ്യാം. അത് രണ്ട് സെയിം ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്ന് പറയാം. ഈ ഒരാളും പുള്ളിക്കാരുടെ വീഡിയോസ് കാണണം. സോ ഞാനിതിന് തൊട്ട് മുമ്പ് ഒരു റീൽ കണ്ടിട്ടാണ് ഇത് കണ്ടത്. ഇതിൽ പുള്ളിക്കാരി എന്താ പറയുന്നത് ഞാൻ കേൾപ്പിക്കായിരുന്നു ആക്ച്വലി.
this question a few times. The voice thing. പുള്ളിയുടെ വോയിസിന് എന്ത് പറ്റി, എന്താ വോയിസ് വേറെ രീതിയിൽ Sometimes when I'm on, never mind. There's no excuse. I don't really care. I think my point is that sometimes things happen. I get weird. My throat kind of swells on the inside sometimes. That's all. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു റീലും കൂടി കണ്ടു നോക്ക്. ഇതിൽ പുള്ളിക്കാരി സംസാരിക്കുന്ന and tell me what you think. That I was authentically 100% honest with all of you. I think it's safe to say that most of you know a lot of my life, whether I liked it or not. And I had to stop because I had everything. And I was... സോ ആ ഒരു സംസാരവും എനിക്ക് ഇത് പുള്ളിക്കാരി I'm പറയുന്നത് glad y'all are being real with me on the live. I appreciate it though, for real. സൗണ്ട് വ്യത്യാസമാണല്ലേ പറയുന്നത്. സൗണ്ട് ഫേസ് വ്യത്യാസമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് അല്ല ഈ പുള്ളിക്കാരി പറയുന്നത് ഇപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് പുള്ളിക്കാരിയും ജസ്റ്റിൻ ബീബറും റിലേഷനിലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് ഫുള്ളി കംപ്ലീറ്റ്ലി നിന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരിയെ കുറേ നാൾ കാണാനില്ലായിരുന്നു. ജസ്റ്റിൻ ബീബറിന് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം പുള്ളി ഒരുമാതിരി പ്രാന്ത് പിടിച്ചൊരു പ്രാന്തനെ പോലെ നടന്നുകൊണ്ടിരുന്ന കുറേ നാൾ. ഇപ്പോഴും പുള്ളി പ്രാന്തമല്ല. പുള്ളിക്കാരൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ബേസിക്കലി പുള്ളിക്കാരന് റീഹാബും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി തിരിച്ചു വന്നു. പുള്ളിക്കാരി വേറൊരാളെ കല്യാണം കഴിച്ചു. ജസ്റ്റിൻ ബീബർ വേറൊരാളെ കല്യാണം കഴിച്ചു. സോ ബേസിക്കലി അറിയില്ല. ഇങ്ങനെ ഒരു കോൺസ്പിറസി കണ്ടപ്പോൾ എനിക്ക് തോന്നി ചാൻസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷം മുന്നേ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പറയായിരുന്നെങ്കിൽ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ചാൻസ് ഉണ്ട് നടക്കാനായിട്ട്. ഈ മനുഷ്യരെ തിന്നുന്നു ആ സെറ്റപ്പ് ഉള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സാധനം ഒന്ന് വായിച്ചു നോക്കിക്കടാ. അതിനകത്ത് ബൈബിളിൽ ഇങ്ങനെ ഒരു മനുഷ്യരെ തിന്നുന്നതിനെ പറ്റി ഒരു സംഭവം പറയുന്നുണ്ട്. ഒന്നല്ല, ഒരുപാടടുത്ത് പറയുന്നുണ്ട്. അതിലൊന്ന് മനുഷ്യരെ തിന്നുന്നത് മാത്രമല്ല, സോ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിള്ളേരുടെ ദേഹത്തു നിന്ന് ഒരു കൈൻഡ് ഓഫ് സാധനം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് പിള്ളേരെ പേടിപ്പിച്ച് കഴിയുമ്പോൾ ആ പേടിയിൽ നിന്ന് ഒരു കെമിക്കൽ റിലീസ്, എന്തോ ഒരു എൻസൈം എന്തോ റിലീസ് ആവുന്നു. ആ ബ്ലഡ് യൂസ് ചെയ്ത് ഇവർക്ക് റിവേഴ്സ് ഏജ് റിവേഴ്സ് ചെയ്യാനുള്ള സെറ്റപ്പ്, അങ്ങനെ എന്തോ ഒരു സാധനം. ഇത് കണ്ടോ, അത് യൂസ് എന്റെ ജനത്തിന്റെ പുത്രയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവരവരുടെ ഭക്ഷണമായി തീർന്നു. അപ്പോ ഈ മനുഷ്യരെ തിന്നുന്നു എന്നുള്ളത് പണ്ടേ പ്രൊഡിക്റ്റഡാ. അങ്ങോട്ടും ഇതൊരെണ്ണം, ഇത് കുറെ ഉണ്ട് ഇങ്ങനെ മനുഷ്യരെ തിന്നുന്ന ഒരു സെറ്റപ്പ്. പക്ഷേ ഈ പറയുന്ന ക്ലോണിംഗ് ഇല്ലേ, അതിനോട് എനിക്ക് എന്തോ ഒരു യോജിപ്പ് കുറവ്. ബിക്കോസ് നീ ഒരു സംഭവം ചെയ്യും, ഒരു ഈ ജെന്ന ഓർട്ടേഗ അറിയാം, വെനസ്ഡേ, അവരുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് ഫോട്ടോ ഓപ്പൺ ചെയ്യാടാ. ജെന്ന ഓർട്ടേഗ, അരിയാന ഗ്രൻഡെ മതി. ഹരിയാന ഗ്രൻഡ് എല്ലാം ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഹരിയാന ഗ്രൻഡെ നോക്കണം. പിന്നെ അങ്ങനെ 1-2 പേര് നോക്കണം. സിന്ധ്യ, ഹരിയാന ഗ്രൻഡയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ടങ് സ്ലിപ്പ് ആയിട്ടായിരുന്നു. പുള്ളിക്കാരി ഏതൊരു ഇന്റർവ്യൂ പോയിട്ട് ദേ ട്രൈ ടു ഡു എന്തുവാ മെമ്മറി എറേസ്ന്നോ അങ്ങനെ എന്തോ ഒരു സാധനം പുള്ളിക്കാരിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും കാര്യങ്ങൾ ഓർമ്മയില്ല. പുള്ളിക്കാരുടെ ആ ഒരു ചേഞ്ച് കണ്ടോ, അത് ഭയങ്കര ഇതായി പോയത് കണ്ടോ. അപ്പൊ ഇത് ക്ലോണിങ്, ഇതും ഏറെക്കുറെ മൊത്തത്തിൽ മാറിപ്പോയില്ലേ. പക്ഷെ എനിക്കതിപ്പോൾ ക്ലോണിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെല്ലാവരും ഈ സെല്ലിങ് ദ സോൾ അത് കഴിയുമ്പോൾ ഇവരിങ്ങനെ അങ്ങ് ആയി പോകുന്നതാണെന്ന് എനിക്കൊരു തോന്നുന്നത്. പെട്ടെന്ന് ഒരു ഫെയിമിന് വേണ്ടി കൊണ്ടങ്ങ് അങ്ങനെ ചെയ്യാൻ റിച്വൽ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അവരറിയുന്നില്ല അവരിങ്ങനെ ആയി പോകുന്ന കാര്യം. പക്ഷേ അത് ക്ലോണിങ് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇങ്ങനെ ആയി പോകുന്നതാ. അവർക്കിപ്പോൾ സ്വന്തം 24 പറഞ്ഞ പോലെ ഒരു ലോകം മൊത്തം നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അവന് പോയി, അത് ആത്മാവ് പോയി. അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ചേഞ്ച് ശരീരത്ത് കാണാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലോണിങ് ആവാൻ വഴിയില്ല. പക്ഷേ ക്ലോണിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ജോ ബൈഡൻ്റെ ഒരു ഇതുണ്ട്. അയാളുടെ ഒരു കണ്ണ് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വീഡിയോ, ഒരു ക്ലോസപ്പിൽ അയാളുടെ നമ്മൾ മേളിൽ താഴട്ടല്ലേ കണ്ണടക്കുന്നത്, അയാളുടെ സൈഡിൽ നിന്ന് കണ്ണടക്കുന്ന ഏതോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ജോ ബൈഡൻ ഇത് ഒരിടയ്ക്ക് ജോ ബൈഡൻ ആയിരുന്നു. ജോ ബൈഡൻ ഒരിടയ്ക്ക് ടുവേർഡ്സ് ദി എൻഡ് പുള്ളി ഒരു ദിവസം പ്രസിഡന്റ് മീറ്റ് ചെയ്യാൻ വന്ന ഈ ഹൈറ്റിൽ. പുള്ളിയുടെ ഹൈറ്റ് ഇതല്ല, പുള്ളിനെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ജോ ബൈഡൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അതിന്റെ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഈ ചെവിയും കാര്യങ്ങളൊക്കെ വെച്ച് കാണിക്കുന്നത് പുള്ളി എങ്ങനെയായിരുന്നു പണ്ട്. ഇത് ആക്ച്വലി എപ്സ്റ്റീൻ ഫയൽസിലുണ്ട്. പുള്ളി ക്ലോൺ പറയുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിൽ അത് അറിയാഞ്ഞോണ്ടാ ഞാൻ പിന്നെ പറയാണ്ടിരുന്നത്. അങ്ങനെ ഒരു ഡോക്യുമെന്റ് അത് ഞാൻ എപ്സ്റ്റീൻ ഫയൽസിൽ ഈ കഴിഞ്ഞിടെ റിലീസ് ആയിട്ടുണ്ട്. ഇയാള് 2020 മരിച്ചുപോയെന്ന് എന്താണ്, പുള്ളി മരിച്ചുപോയി, ഇപ്പൊ ക്ലോൺ ആണെന്ന് ഒരു ഇതുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ ഇതിൻ്റെ എനിക്കറിയത്തില്ല. പക്ഷേ ക്ലോണിങ്ങിനേക്കാൾ ഉപരി മറ്റേ ആ ആർട്ടിസ്റ്റിൻ്റെ, അതായത് സെലിബ്രിറ്റീസിൻ്റെ കേസിൽ അത് അങ്ങനെ സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്കെല്ലാം അങ്ങ്
എടാ, അങ്ങനെ ഇവര് ചെയ്യുമ്പോ അല്ല, ഈ ക്ലോണിംഗ് എന്ന് പറഞ്ഞ സീൻ വരുന്നത് അവരെ ചുമ്മാ അവരുടെ ഷേപ്പ് മാറ്റി കളയുന്നല്ല. മനസ്സിലായി, അവരെ ഇല്ലാതാക്കി. വൺസ് ഇവര് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ സോ കോൾഡ് ദേ അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഇപ്പൊ കാന്യെ വെസ്റ്റിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നിട്ട് പണ്ട് പറഞ്ഞായിരുന്നു ഇതുപോലെ ജ്യൂസ് അങ്ങനെയാണ്, ജ്യൂസ് ഇങ്ങനെയാണ്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, അവർ അണ്ടറിലാണ് എല്ലാവരും, ഹോളിവുഡ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതെല്ലാം വന്ന് പറഞ്ഞു പുള്ളി വന്ന് പറഞ്ഞ് പുള്ളി പ്രസ് മീറ്റും കൊടുത്ത് ബാലൻസിയാഗാനെ എക്സ്പോസ് ചെയ്ത പുള്ളിയാണ്. ബാലൻസിയാഗ സേറ്റാനിക്കാണ്, അവിടെ അവരുടെ ഇതില് അവര് ഈ പെഡോഫിലി ആക്ടിവിറ്റീസിനെ പുഷ് ചെയ്തുകൊണ്ടാണ് അവരുടെ പല കാര്യങ്ങളും കാണിക്കുന്നത്, അവരുടെ ആഡ് മാർക്കറ്റിംഗ് ബ്ലാ 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 അങ്ങനെ കുറെ സാധനങ്ങൾ. സോ അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഇത്രയും കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ട് ഇനിയൊരു സുപ്രഭാതത്തിൽ പുള്ളിയെ കാണാതായി കഴിഞ്ഞാൽ, പക്ഷെ ഇപ്പോൾ ഈ കാന്യെ വെസ്റ്റിനെ നോക്കിയാലും കാന്യെ വെസ്റ്റ് ഒക്കെ ഇപ്പോൾ വേറെ ഏതോ രീതിയിലേക്ക് ഇരിക്കുന്നത്. പുള്ളി ഒരു വായിൽ കുറെ പല്ലാത്ത കുറെ സ്റ്റീലൊക്കെ ഇട്ട്. സോ അതാണ് ക്ലോണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ പുള്ളി ഈ കേൾക്കാറ് പോയില്ലോ പുള്ളിക്കാരി സെലീന ഗോമസ് അവരതിനെ പറ്റി അങ്ങനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഐ മീൻ അങ്ങനെ പുള്ളിക്കാരി അങ്ങനെയൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി പറഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പൊ പ്ലേ ചെയ്തത്. അതായത് ആ വീഡിയോ പറയുന്നില്ലേ, എനിക്കൊരു ഇതിൽ എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഐ മീൻ ആരെയും ചെയ്യുന്നില്ലല്ലോ, എക്സ്പോസ് ചെയ്യാൻ നോക്കുന്നില്ല. നഷ്ടപ്പെട്ടതിന്റെ പിന്നിലുള്ള കഥയാണ് ഒരു കോൺസ്പിറസി പോലെ ഇങ്ങനെ പറഞ്ഞത്. അതായത് പുള്ളിക്കാരിയെ അവര് സാക്രിഫൈസ് ചെയ്തു, എന്നിട്ട് പക്ഷെ ഒരു സുപ്രാജ് സെലിൻഡ ഗോമസ് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എന്നെ ആരെങ്കിലും കൊണ്ടുവരണം. സോ അതിന് ഒരാളെ ക്ലോൺ ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പോയി അവരുടെ അടുത്ത് പോയി, ഞാൻ മീൻസ് ആ പുള്ളിക്കാരി പോയി അവരുടെ അടുത്ത് പോയി സോളിനെ കൊടുത്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഐ മീൻ നമുക്ക് പറയാനൊക്കത്തില്ല, ആ പുള്ളിക്കാരി ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. നീ പറയുന്നതിലും കാര്യം ഉണ്ടാവാം, നീ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ഏത് വേണോ ആവാം, അറിയില്ല. ഇല്ല, ഞാനത് പറയാൻ കാരണം തന്നെ എനിക്കത് കേട്ടപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഇത് സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഇത് വന്നോണ്ടാ. ഇല്ലെങ്കിൽ നമ്മളും കേട്ട് കഴിയുമ്പോൾ ഇതെന്താന്ന് ഓർത്ത് ചുമ്മാ ഓടിച്ചു വിടത്തല്ലോ. പക്ഷെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോ അതൊരു 2-3 കൊല്ലം മുമ്പായിരുന്നു നമ്മള് പൊട്ടത്തിട്ടാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പത്തെ അല്ല, അതിനോട് വേണ്ടിയുള്ള റെഫറൻസ് ആയിട്ടാണ് ഞാൻ മറ്റേ 2013 ആ മോഡൽ പുള്ളിക്കാരി ഇറങ്ങി വന്നിട്ട് മനുഷ്യരെ തിന്നുന്ന കണ്ടു. നീ ആര്യാന ഗ്രാൻഡിന്റെ കൂടെ എടുക്കാം, അതും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് തന്നെ പുള്ളിക്കാരി പറഞ്ഞത് ആ സിനിമയ്ക്ക് വേണ്ടി, വിക്കറ്റിന് വേണ്ടിയായിരുന്നു, അങ്ങനെ എന്തോ അല്ലായിരുന്നു പറഞ്ഞത്. അത് പക്ഷേ ബോളിവുഡിലും ഇപ്പൊ എത്ര പേരെ ഇങ്ങനെ ചാവാറായിരിക്കണേന്നറിയോ? അവരെന്തോ മെഡിസിൻ ഉണ്ട് ഫാറ്റ് ലോസിന് വേണ്ടി, അത് യൂസ് ചെയ്ത ഇപ്പൊ എങ്ങനെയാ ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഫോട്ടോയിൽ എവിടാടാ ഫാറ്റ്? ഇത് എഡിറ്റ് അല്ലല്ല, ഇത് റിയലാ. ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇപ്പൊ. ആ ഫോട്ടോയിൽ കാണുന്നത് അതെ, ഇതിനകത്ത് ഇവിടെ ഫാറ്റ് ലോസ് എന്ന് പറയാൻ മസിലും പോയി, എല്ല് മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ. ഓക്കെ, നെക്സ്റ്റ്. സോ സംഗീൻ എന്താ വന്ന് നീ പറഞ്ഞു. ഓക്കെ, സോ എനിക്കറിയത്തില്ല പുള്ളിക്കാരിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. എനിക്കറിയില്ല. ഞാൻ ഓർത്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സംഭവങ്ങൾ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഡിപ്രഷനിലൊക്കെ പോയെന്ന് എനിക്കറിയുന്നത്. അല്ലാത്ത ആംഗിൾ ഞാൻ ഇതിലോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പുള്ളിക്കാരി എന്തോ കിഡ്നി ഫെയിലിയർ ആയിരുന്നു, അതിനെന്തോ പുള്ളിക്കാരിക്ക് ഒരു ഡോണർ ഉണ്ടായിരുന്നു, ഡോണർ കിഡ്നി കൊടുത്തു, അങ്ങനെ എന്തോ സംഭവം എന്നാണ് പുറത്തു വന്ന സ്റ്റോറി. അതും എനിക്കറിയത്തില്ല എന്താ ശരിയാണ്. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ബോഡി ക്ലോണിങ് എനിക്ക് ഡൗട്ട് പോലും ഉണ്ടോന്ന്. കാര്യം ഈ ടെക്നോളജി നമ്മൾ ഇന്ന് കണ്ടു തുടങ്ങുന്നതിനാണെങ്കിലും പണ്ട് മുതലേ ഇതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ബോഡി ക്ലോണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അതുപോലത്തെ പൈസ ഉള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് സ്വന്തം ബോഡി ക്ലോൺ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ഡിബേറ്റബിൾ പോലെയല്ല. ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുകയാണെങ്കിൽ ചുമ്മാ കാണാൻ പറ്റും എത്ര ആൾക്കാരുടെ എത്ര റിയലിസ്റ്റിക് ബോഡി ക്ലോൺ. ആ സാധനം ഇടുന്നു, അതേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മളത് ഇടുന്ന കാണുന്നത് നമുക്കറിയാം ബോഡി ക്ലോൺ ആണെന്ന്. പക്ഷേ നേരെ തിരിച്ച വീഡിയോ ഓപ്പോസിറ്റാണ് കണ്ടെങ്കിൽ പുള്ളി അത് ഇങ്ങനെ ഒരാൾ ഇട്ടുകൊണ്ട് വന്നിട്ട് പിന്നെ അയാൾ ഊരുമ്പോഴത്തേനും പിന്നെ നമുക്ക് മനസ്സിലാകത്തില്ല. ലൈക്ക് നമ്മുടെ ധൂമിലെ ആ ഒരു സീനുണ്ടല്ലോ, അവൻ ഋത്തിക് റോഷൻ ഇടുന്ന ഒരു ബോഡി മാസ്, അതുപോലെ തന്നെ ഓൾറെഡി ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ബോഡി ക്ലോൺ ആണോ അല്ലാത്തയാണോ സംഭവങ്ങൾ. നൗ ജോ ബൈഡൻ്റെ സംഭവം പറഞ്ഞാൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു. കാര്യം ആ ഒരു പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, പുള്ളിക്ക് കുറേ പേര് പറയുന്നത് ഡിമെൻഷ്യ കാരണമാണെന്ന്. അതിന് കുറേയൊക്കെ പുള്ളിയുടെ ലുക്സ് മാറിപ്പോയി, ഈ പുള്ളിയുടെ അഗൈൻ ചിലപ്പോൾ ഏജിങ്ങിൻ്റെ ആയിരിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ആർക്കും അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ സംസാരിക്കുന്ന രീതി, പുള്ളിയുടെ മാനറിസം, പുള്ളിയുടെ ലുക്സ്, സംഭവങ്ങൾ കുറേ ഭയങ്കര ഡ്രാസ്റ്റിക്കലി മാറിപ്പോയി. സോ അങ്ങനെ സംഭവങ്ങൾ ഞാനും കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല ഇതിൻ്റെ ട്രൂത്ത് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് കാനബിലിസത്തിൻ്റെ സംഭവം ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോ വിളിച്ച് റിപ്പോർട്ട് ചെയ്തത്, അത് വെരിഫൈഡ് അല്ല. ലൈക്ക് ആ ഒരു ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. ഈ സംഭവം ജോ ബൈഡൻ മാസ്ക് ഇട്ടേക്കുന്നതാണെങ്കിൽ ജോ ബൈഡൻ്റെ ക്ലോൺ ആണെന്നുള്ളത് ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്ന, അത് വെരിഫൈഡ് അല്ല. അതിലേക്ക് അങ്ങനെ ആണ് അല്ല. എപ്സ്റ്റീൻ ഫയൽസിൽ എപ്സ്റ്റീൻ അയക്കുന്ന ഇമെയിൽ ഒന്നും അല്ല അത്. അല്ല, അങ്ങനെ ഉണ്ട്. ജോ ബൈഡനെ ഇന്ന പോലെ കൊന്നു, ഇപ്പൊ നിൽക്കുന്ന ഒരു ക്ലോണാ. ഞാനത് ഫാക്ട് ചെക്ക് നോക്കാൻ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഞാൻ അതിൻ്റെ ആ ഒരു ഇമെയിൽ സംഭവങ്ങൾ കണ്ടായിരുന്നത്. സോ അതാണ് എൻ്റെ ഇതിൽ ടേക്ക്. സംഗീതിൻ്റെ ഫൈനൽ ടേക്ക് എന്താ?
എനിക്ക് തോന്നുന്നത് ക്ലോണിങ് ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ കാനിബിളിസം പണ്ട് തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പണ്ടാർക്കും അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്കാണേലും ഇടയ്ക്കൊക്കെ ഈ സംഭവം ഇപ്പോൾ വലിയ സ്കെയിലിൽ നമ്മളിപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറി കാണുമായിരുന്നു. ചില സ്ഥലത്ത് ആൾക്കാർ റെസ്റ്റോറൻറ്റ്സിൽ, ഞാൻ ഒരു സ്റ്റോറി കണ്ടതിൽ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തോ കങ്കാരു ഇറച്ചിയാണെന്നും പറഞ്ഞ് മനുഷ്യൻ്റെ ഇറച്ചിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് വർഷങ്ങളോളം. അതുകൊണ്ട് പുള്ളീനെ പിടിച്ച് അതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റോറിയൊക്കെ വരാറുണ്ട്. കാരണം പണ്ട് തൊട്ടേ മനുഷ്യരെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവിടെ ഇവിടെ മനുഷ്യനെ കഴിക്കണേക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവിടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് റിവേഴ്സ് ഏജിങ്ങിന് വേണ്ടിയുള്ള സംഭവം. കാരണം അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഈ പിള്ളേരെ ടോർച്ചർ ചെയ്തിട്ട് അവർക്ക് ഉണ്ടാകുന്ന കെമിക്കൽ വെച്ച് റിവേഴ്സ് ഏജിങ് നടക്കും എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ളൊരു സംഭവം. അതിനു വേണ്ടിയാണ് കുറച്ചും കൂടി ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മനുഷ്യന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സാൾട്ടി ഒരു ടേസ്റ്റ് ആണ് ഒരു ഹ്യൂമൻ മീറ്റിനെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് അതാരാ പറഞ്ഞത്? കഴിച്ചവനാണോ പറഞ്ഞത്? കഴിച്ച ഇതിപ്പോൾ ചാറ്റ് ജിപിടിയിൽ അടിച്ചു നോക്കിയാൽ തന്നെ പറയും. അതിപ്പോൾ കഴിച്ചവർ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ഒരുത്തൻ സ്വന്തം യൂട്യൂബിലെ വീഡിയോ എടുക്കുന്നുണ്ട്. പുള്ളി സ്വന്തം ഒരു ചെറിയൊരു ഇച്ചിരി കട്ട് ചെയ്തിട്ട് പുള്ളി ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് പറയും ഇങ്ങനെയൊക്കെയാണ് മീറ്റ്. സ്വന്തം ഇറച്ചി കഴിക്കും പുള്ളി ഫോർ സേക്ക് ഓഫ് റിസർച്ച്. അപ്പോൾ ഇത് ടേസ്റ്റിന് വേണ്ടി കഴിക്കാനുള്ളൊരു സംഭവമൊന്നും അല്ല. അപ്പോൾ ഇത് ചിലവർ സൈക്കോസ് ആയിട്ടുള്ളവരുണ്ട്. ഒരു പുള്ളി ഒരു ഭയങ്കര വലിയൊരു സീരിയൽ ജപ്പാനിലുള്ളൊരു പുള്ളിയായിരുന്നു. പുള്ളിയുടെ ഒരു ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമുള്ള പുള്ളി സെക്ഷലി അട്രാക്റ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളെയൊക്കെ പുള്ളി കൊന്നിട്ട് അവർ തിങ്ങനെയായിരുന്നു പുള്ളിയുടെ ഫാൻറ്റസി. പുള്ളി ഇപ്പോഴും ഉണ്ട്. പുള്ളീനെ ജയിലിൽ പോലും അല്ല പുള്ളി. അങ്ങനെ പണ്ടുതൊട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇത്രയാണ് എനിക്ക് തോട്ട്സ് ഉള്ളൂ. ഓക്കെ. സോ ഈ ഒരു ടോപ്പിക്കിലാണെങ്കിൽ ഞാനൊരു സംഭവം നോട്ട് ചെയ്ത് വെച്ച്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് അഗോരീസ് എന്നുള്ള ആൾക്കാർ, കേൾക്കാത്ത ആൾക്കാർ. അഗോരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ശിവന്റെ ഒരു ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ക്രോധം കൂടിയ ഒരു ഫോമിനെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർ വർഷിപ്പ് ചെയ്യുന്ന DTയിൽ അതിൽ അവരുടെ ഒരു സംഭവമാണ് ഈ മരിച്ച് കിടക്കുന്ന ആൾക്കാരുടെ ഈ കല്ലറകൾ അങ്ങനത്തെ സംഭവങ്ങളിൽ മരിച്ച അവശിഷ്ടങ്ങളുടെ ഒരു പീസും സംഭവങ്ങൾ കഴിക്കുക എന്നുള്ളത്. അത് വെരിഫൈഡ് ആണ്, അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ അവരുടെ അവരുടെ തോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുനോ ഇതിൽ അവരുടെ ഈഗോ ഡെത്ത് ആവും എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി മരിച്ച ശവവും ഞങ്ങളും എല്ലാത്തിലും ദൈവമുണ്ട്, അതിലും ഇതിലും ദൈവമുണ്ട്. അതുകൊണ്ട് ഈ മാംസവും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇതൊരു ഫോം ഓഫ് ബ്ലിസ് ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ശവമാണ്, അപ്പോൾ ഞങ്ങൾ കൊന്നു കഴിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്ന അതാണ് അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ്. അതിൽ ഒബ്വിയസ്ലി എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട് ഡിസഗ്രി ചെയ്യുന്നു എനിക്കറിയത്തില്ല. പക്ഷേ അതാണ് അവരുടെ തോട്ട്. അതുകൊണ്ട് അവർ ആ ഒരു പ്രൊസീജിയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നമ്മുടെ കൊച്ചു ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ടോപ്പിക്കിലേക്ക് ഒരു കാര്യമാണ്. സോ ഈ ക്ലോണിങ്ങിൻ്റെയും പിന്നെ മറ്റേ ഏജ് റിവേഴ്സിങ്ങിൻ്റെ കാര്യമല്ല, വേറൊരു കോൺസ്പിറസി വന്നേ. നമ്മുടെ അമേരിക്കൻ $20 ബില്ലും എപ്സ്റ്റീനിലും കാണാൻ ഒരേപോലെ ഇരിക്കുന്നത് പറഞ്ഞൊരു സാധനമുണ്ട്. നീ ഒന്ന് എടുത്തു നോക്കിയേ. ഞാൻ എനിക്കൊരു ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു, ഒന്നേ അത് ഓപ്പൺ ചെയ്യും. ഇല്ലെങ്കിൽ നീ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയേ. $20 ബില്ല് ആൻഡ് എപ്സ്റ്റീൻ എന്ന് പറയും. കറക്റ്റ്. അത് ഒറിജിനലി ആരുടെ ഫോട്ടോ ആണെന്നാണ് പറയുന്നത്. അത് ആരാന്ന് ഞാൻ നോക്കിയില്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര വാഷിംഗ്ടൺ. റിസംബ്ലൻസ്. സോ ആ പുള്ളിയും എപ്സ്റ്റീനും എടാ അത് ഫേസ് സൈഡ് ടു സൈഡ് ഒരു കമ്പാരിസൺ ഒരു ഫോട്ടോ ഉണ്ട്. അത് കറക്റ്റ് എപ്സ്റ്റൈൻ അല്ലേ? അത് ആ നെറ്റിയിലൊരു വെട്ടും ഈ കവിളത്തൊരു വെട്ടും അതെല്ലാം ആ ഫോട്ടോയിലും ഉണ്ട്. ഇപ്പൊ പറയുന്നത് പുള്ളി വാമ്പേറാന്നൊക്കെയാണ് പറയുന്നത്. ഇത് പക്ഷേ ഇത് ആക്ച്വലി ആരുടെ ഫോട്ടോ? അത് ആരുടെ ഫോട്ടോയാന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇത് $20 ബില്ലാണ്. US ആൻഡ്രൂ ജാക്സൺ, ആൻഡ്രൂ ജാക്സണാ പ്രസിഡന്റ്. ഫോമർ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ. അപ്പോൾ ഒരു പ്രസിഡന്റിന്റെ ഫോട്ടോ ആണത്. ആൻഡ്രൂ ജാക്സൺ ബ്ലാക്ക് ആണല്ലോ. ചിലപ്പോൾ അയാൾ വല്ല എന്താ ഡിസെൻഡന്റ് ആയിക്കൂടെ. പുള്ളി താഴോട്ട് വന്നതായിക്കൂടെ. അവിടുന്ന് വന്നതാണോ എപ്സ്റ്റീൻ അവിടെ നിന്നൊന്നല്ല. അതായത് ആ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഒരു ഫോട്ടോയിൽ മെയിൻ ആയിട്ട് അവർ പറഞ്ഞത് 2-3 സാധനങ്ങൾ. ഒന്ന് ഈ നെറ്റിയുടെ ഇവിടെ ഒരു വെട്ടുണ്ട്, പിന്നെ ഈ കവിളത്തൊരെണ്ണമുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ അവരെല്ലാം ഒരു ഫാമിലി ആയിക്കൂടെ. താഴോട്ട് ഡിസെൻഡന്റ്, അങ്ങനെ ഒരു സാമിയോ ആയിക്കൂടെ. അങ്ങനെ ഒരു ലുക്ക് സാമിയോ വരാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതേ. സോ അറിയത്തില്ല, പുള്ളി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പറയുന്ന ആൾക്കാരുണ്ട്. പുള്ളിയുടെ ഫോട്ടോസും സംഭവങ്ങളും ഒക്കെ ഫോർട്ട്നൈറ്റ് കളിച്ചാണോ?
ഫോർട്ട്നൈറ്റ് ലിറ്റിൽ ഐലൻഡ് ആ. അങ്ങനെ എന്തോ ഒരു പേരിൽ പുള്ളിയുടെ ഐഡിയ ആയിരുന്നു അത്. പുള്ളി ഏതോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഐഡിയ ആയിരുന്നു. ആ ഐഡിയ 2020 ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ആ ഒരു കോൺട്രവേഴ്സി ഇന്നും പവർഫുൾ ആയിട്ടുണ്ട്. ലൈക്ക് പുള്ളി മരിച്ചതിൽ പുള്ളി മരിച്ച ആ ഒരു മിനിറ്റ് മിസ്സിംഗ് ആയിട്ടും പുള്ളി അങ്ങോട്ട് എന്താ നടന്ന സംഭവം അറിയത്തില്ല. പുള്ളിയുടെ ബോഡി ക്ലോണാണ് മരിച്ചെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു വേറെ സാധനം ഇവര് നമ്മുടെ ബിൽ ഗേറ്റ്സും ജെഫ്രി എപ്സ്റ്റീനും കൂടെ ആണെന്ന് തോന്നുന്നു മറ്റേ അവരുടെ ഇതിൽ പാൻഡമിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പാൻഡമിക് എന്നല്ല ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ പറയുന്നത് പുള്ളി ഓഗസ്റ്റിൽ മരിച്ചു. പുള്ളി എപ്സ്റ്റീൻ 2019 മരിച്ചൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾക്കാരെല്ലാം പാൻഡമിക് ആയിരുന്നു. എല്ലാവരും അകത്തൊക്കെ ആയിരുന്നു. ആരും ഒന്നും അറിയുന്നില്ല. സോ ബേസിക്കലി പറയുന്നത് ആ ഒരു മിനിറ്റിൽ പുള്ളി എസ്കേപ്പ് ആയി. എന്നിട്ട് പുള്ളിയെ അവർ നൈസായിട്ട് നാട് കടത്തി. പിന്നെ ആൾക്കാരും സംസാരിക്കുന്നില്ല. കാരണം പുറത്തോട്ട് പോലും ഇറങ്ങുന്നില്ല ആരും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 23 ആയപ്പോഴത്തേക്ക് ആൾക്കാർ പയ്യെ പുറത്തോട്ട് ഇറങ്ങാൻ വന്നു. അപ്പോഴത്തേക്കും തൊട്ട് ഈ ഫയൽസിൻ്റെ കാര്യം പിന്നെ സംസാരിച്ച് തുടങ്ങി. കുറേ കൂടെ എവിഡൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. 2026 ആയപ്പോഴത്തേക്കും സാധനം പുറത്ത് വന്നു. ബട്ട് സ്റ്റിൽ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പുറത്ത് വന്നു. അപ്പം ഇപ്പം ഈ പിന്നെ ആ സോ കോൾഡ് അവർക്കറിയാം, അതായത് ആൾക്കാർക്ക് ഇത്ര നാൾ ഉണ്ടായിരുന്നതിലും കൂടുതൽ ഇൻഫർമേഷൻ എല്ലാവരും തലയിൽ കൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അത് ഇവരുടെ ഒരു പ്ലാൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇനി വേറെ എന്തെങ്കിലും വലിയത് സംഭവിക്കായിരിപ്പുണ്ട്. എല്ലാവരുടെയും അറ്റൻഷൻസോ മെയിൻലി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും ഒരു സാധനം അവർക്കറിയാടാ നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് അവർക്കറിയാം. ഇത്രയും വലിയ സാധനം ഇട്ടിട്ടോ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിൽ വിട്ടു. അവര് ഇപ്പൊ ആകെ ആ പ്രിൻസ് ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സാധനം കണ്ടു എപ്സ്റ്റീന്റെ ഇതുമായിട്ട്. അവർക്ക് മനസ്സിലായി. ഇപ്പൊ അവരെന്ത് ചെയ്താലും ആരും റിയാക്ട് ചെയ്തില്ലെന്ന് കാര്യം അവർക്ക് മനസ്സിലായി. ഇനി അവര് പിള്ളേരെ പീഡിപ്പിക്കും, പിള്ളേരെ തിന്നും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നമുക്ക് ബില്ല് പേ ചെയ്യണം, കാശ് ഉണ്ടാക്കണം. കാരണം ആർക്കും പ്രതികരിക്കാൻ ഇപ്പൊ സമയമില്ല. അപ്പൊ എല്ലാവരും അവരുടെ ജീവിതത്തിൽ പോകും. അവർക്കറിയാം അവർക്ക് തോന്നുപോലെ ചെയ്യും. നമ്മളിവിടെ ഇങ്ങനെ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കുറെ കോൺസ്പിറസീസ്. റൈറ്റ്. സോ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സോ ക്രിക്കറ്റിൻ്റെ ടോപ്പിക്കുണ്ട് ഒരെണ്ണം. നമുക്ക് നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള 2 ടോപ്പിക് ഉണ്ട്. ഇത് രണ്ടിൽ ഒരെണ്ണം നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരെണ്ണം എന്തായാലും നെക്സ്റ്റ് ആഫ്റ്റർ ഡെത്ത് എന്റെ ഒരെണ്ണം എടുത്തല്ലേ, ഒരെണ്ണം വിട്ടോ, അടുത്ത ആഴ്ചത്തേക്ക് ഇട്ടോളാം. സേവ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രീശാന്തിന്റെ 2013 ശ്രീശാന്തിന്റെ അതിന്റെ ഷൈനോട് ടോപ്പിക് കൊണ്ടുണ്ട്. കുഴപ്പമില്ല, ഈ ഒരു ടോപ്പിക് വെച്ച് നമുക്ക് എടുത്താണ്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എടുക്കാം. സോ 2013 നമ്മുടെ IPL ശ്രീശാന്തിന് കിട്ടിയ ബാൻ. അപ്പോൾ അത് 7 വർഷത്തെ ബാനായിരുന്നു, അല്ലെങ്കിൽ 6 വർഷത്തെ ബാനായിരുന്നു. ബേസിക്കലി 2020 വരെ ആ ഒരു ബാൻ പോയായിരുന്നു. ആൻഡ് ദെൻ ഒരു IPL ബെറ്റിങ്ങിൽ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും നടന്ന ഗെയിമിൽ ധോണി പൈസ കൊടുത്തെന്നാണ് കോൺട്രവേഴ്സി. ധോണി പൈസ കൊടുത്തു. സോ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും നടന്ന ഗെയിമിൽ ആ ഒരു സംഭവം ഫിക്സ്ഡ് ആയിരുന്നു, ഒരു ഓവർ ഫിക്സ്ഡ് ആയിരുന്നു. പുള്ളി അത് നേരത്തെ പ്ലാൻ ചെയ്തു. ബെറ്റേഴ്സും സംഭവവും പുള്ളിയും കമ്മ്യൂണിക്കേഷൻ ബെറ്റേഴ്സുമായിട്ട് പുള്ളിയുടെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. ഫോൺ കോളും സംഭവങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആൻഡ് ദെൻ പുള്ളിക്ക് അവർക്ക് സിഗ്നലായിട്ട് പുള്ളിയുടെ ടവലും പുള്ളിയുടെ ഹെഡ് ബാൻഡും പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഓവറിൽ ആ സമയത്ത് തന്നെ സ്പൈക്ക് കൂടുന്നു, നമ്മുടെ ബെറ്റിങ്ങിൻ്റെ സ്പൈക്ക് കൂടുന്നു. ആ ഒരു സെയിം ഓവറിൽ ആ ഒരു സമയത്ത് തന്നെ പുള്ളി നോ ബോൾ എറിയുന്നു. അപ്പോൾ അത് പിന്നെ വേറെ 2 പ്ലേയേഴ്സും കൂടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി 2 പേരും എനിക്കൊന്ന് ലൈഫ് ടൈം ബാൻഡാണ്. ശ്രീശാന്തിൻ്റെ 2020 ബാനിങ് ആയിരുന്നു. സോ അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീശാന്ത് ഇൻവോൾവ് ആയിരുന്നോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ധോണി ഇൻവോൾവ് ആയിരുന്നോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ അതിലൊക്കെ നിങ്ങളുടെ തോട്ട്സ് എന്താ? ശ്രീശാന്ത് ഇൻവോൾവ് ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയെ സുപ്രീം കോടതി വെറുതെ വിട്ടു. പുള്ളി പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, ആവശ്യത്തിനുള്ള പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ ഇവരൊന്ന് പറഞ്ഞത് ഇതാ ഈ ടവൽ ഇവിടെ വെച്ചത്. അതും ഞാനും നോക്കിയപ്പോൾ കണ്ട ഒരു IPS കാരനോ ആരാണ്ടോ പുള്ളി പറയുന്നത് അവർക്ക് അനോണിമസ് ആയിട്ടൊരു കോൾ വന്നു, ഇന്ന നമ്പറിൽ നിന്ന് ബെറ്റിങ്ങിനെ കുറിച്ച് കുറേ സീം വന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പുണ്ട് പുറകിൽ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൽ 1-2 പ്ലെയേഴ്സ് ബെറ്റിങ്ങിന് വരുന്നുണ്ട്, അവർ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ ഓൾറെഡി അറിഞ്ഞു. എന്നിട്ട് ഇവർ വാച്ച് ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ അപ്പോൾ അങ്ങനെയാണ് അതിലൊന്ന് ശ്രീശാന്തിനെ പിടിച്ചത്. പുള്ളി ബാൻഡ് ഇങ്ങനെ നീക്കി വെച്ചെന്നോ ടവലിവിടെ കുത്തി വെച്ചെന്നോ പറഞ്ഞിട്ട്. സോ അപ്പോൾ ഈവൻ അതിന് ശ്രീശാന്ത് ആണെങ്കിലും പറയുന്നുണ്ട് അത്രയും സംഭവം നടന്നിട്ടുള്ളൂ, അതിന് വേറെ എവിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഇവരൊരു നോ ബോൾ എറിഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ നോ ബോൾ എറിഞ്ഞ വീഡിയോ എന്തുവാ ഒരു 2 ദിവസം മുന്നേ നടന്ന മാച്ചിൻ്റെ അങ്ങനെ എന്തോ ആയിരുന്നു. കറക്റ്റ് ആ മാച്ചിൻ്റെ പോലും അല്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തത്. ആ ഓവറിൽ പുള്ളി നോ ബോൾ എറിഞ്ഞിട്ടില്ലാന്നോ? പുള്ളി നോ ബോൾ ഇല്ല. പുള്ളി പറഞ്ഞ ആ ഓവറിൽ പുള്ളി ആദ്യത്തെ 4 ബോൾ എന്തോ 3 ബോൾ എന്തോ ഡോട്ട് ബോൾ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞുണ്ടായിരുന്ന 2-3 ബോളിൽ അടി കിട്ടി. T20 മാച്ചാണ്. അപ്പോൾ ഒരു ഓവറിൽ 14 റണ്ണ് പോകാന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അത്
ഓബിയസ് ആണ്. എനിക്കൊന്ന് പുള്ളി എത്രാമത്തെ ഓവറാ പുള്ളി എറിയുന്നത്? 13ാമത്തെ ഓവറോ? സോ ബേസിക്കലി ആ സമയത്തൊക്കെ ആൾക്കാര് നന്നായിട്ടൊന്ന് അടിക്കുന്ന സമയമാണത്. സോ അപ്പൊ അന്നേരം അതിലൊരു 14 റണ്ണ് ഇപ്പോൾ ഓക്കെ ഒരു 30 റണ്ണൊക്കെ പോയെങ്കിൽ ഓക്കെ 14 റണ്ണ് എന്ന് പറയുന്നത് ഒരു T20 മാച്ചിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ പുള്ളിക്കെതിരെ കുറേ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ഈവൻ ഇന്ത്യൻ ടീമിലായിരുന്നെങ്കിലും പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പുള്ളിക്ക് പുള്ളിയുടെ ഒരു അഗ്രഷൻ കാര്യങ്ങൾ കാരണം പുള്ളിയെ വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്തിലേക്ക് വരുമ്പം ഈ ഈ ക്രിക്കറ്റ് ബോർഡിന് തന്നെയാണെങ്കിലും ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഡൽഹി, മുംബൈ സുപ്രമസി എപ്പോഴും ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ. മലയാളീസിനെ എടുക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുമല്ല ശ്രീശാന്തിന്റെ പഴയ ഒരു അഗ്രഷനും കാര്യങ്ങളും അറിയാമല്ലോ. ഒരു പ്രാന്തൻ വൈബായിരുന്നു. പണ്ട് ഞാൻ കാണുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഇവൻ എന്താ വട്ടാണോ പുള്ളിക്കാരൻ ആ ഒരു വിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് പ്രാന്ത് കാണിക്കുന്നതാണ്. പക്ഷെ പിന്നെ മനസ്സിലായി ഓക്കെ അതൊരു കളിയാണ്. പുള്ളി ആ ഒരു നേഷണൽ റെപ്രസെന്റ് ചെയ്ത് പിന്നെ വിരാട് കോഹ്ലിയൊക്കെ ആ സെയിം അഗ്രഷനും കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും എക്സ്ട്രീം ആയിട്ടല്ലെങ്കിലും. പക്ഷേ പുള്ളിയുടെ ബോൾസ് ആലോചിക്കണം. പുള്ളി മറ്റേ അന്ന് ഓസ്ട്രേലിയക്ക് നിന്ന് അടിച്ചുകൊണ്ടിരുന്ന മാത്യു ഹേഡൻ, മറ്റേ സിമൺസ് അങ്ങനെയുള്ളവരുടെ അടുത്ത് ഫ്രണ്ടിൽ പോയി നിന്നിട്ടാണ് ധൈര്യം ഉണ്ടെങ്കിൽ നീ അടിക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. സോ അപ്പം എനിക്കറിയില്ല പുള്ളിയെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കറൻറ്റ്ലി എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാനും വിശ്വസിച്ചായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു പിക്ചറായിരുന്നു ശ്രീശാന്തിനെ കുറിച്ച്. അതായത് പുള്ളി ഒരു അത്ര സ്റ്റേബിൾ അല്ല മെൻ്റലി, പിന്നെ ഒരു പ്രാന്തനാണ്, ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പിന്നെ കേരളത്തിൽ നിന്നാണ്, കുറേ അഴിമതി നടക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ. സോ അപ്പം ആ ഒരു പിക്ചർ എല്ലാവരുടെ അടുത്തായതുകൊണ്ട് ഞാൻ വിശ്വസിച്ചായിരുന്നു. പക്ഷേ പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു പുള്ളി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവും ഒരു ചാൻസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി നിങ്ങൾ ഷാനുക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ പണ്ട് ഇതിനെപ്പറ്റി കേട്ട ഓർമ്മയുണ്ട്. 2013 ന്യൂസൊക്കെ കേട്ടായിരുന്നു. പക്ഷേ അന്നും മറ്റേ സൈഡിലൊരു ടവൽ വെച്ചെന്നോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഇത് വന്നുകൊണ്ടാണ് പുള്ളിക്കെതിരെ ഇത്രയും ലൈക്ക് മാച്ച് ബോൾ എറിയുന്ന എല്ലാവരും ഒരു ടവൽ വെക്കും. അവർ ആ ടവൽ വെക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബോളിലെ സ്വെറ്റ് തൂത്ത് കളയാനും. ഞാൻ കുറെ പേരുടെ സൈഡിൽ ടവൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവനെ പുള്ളിയെ മാത്രം എന്താ അങ്ങനെ പിടിക്കാൻ കാരണം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇതിന്റെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇയാളുടെ കൂടെ രണ്ടുപേരെ വേറെ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവന്മാരെ ലൈക്ക് എനിക്കറിയില്ല ആരെ ഇതില് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇല്ല, പുള്ളിയുടെ കൂടെ വേറെ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിലെ 3 പ്ലേയേഴ്സിനെയാണ് പിടിക്കുന്നത്. അപ്പൊ അവന്മാർ രണ്ടുപേരല്ലേ കൺവിക്ട് ചെയ്തോ? ലൈക്ക് അവന്മാരെയും എനിക്ക് തോന്നുന്നില്ല പിടിച്ചിട്ടുണ്ടെന്നല്ല. എനിക്കൊന്ന് പ്രൂഫില്ലാത്തതുകൊണ്ട് എല്ലാവരെയും വെറുതെ വിടുന്നു. ബേസിക്കലി ആർക്കും എതിരെ ഒരു പക്ഷേ എനിക്കൊന്ന് അവന്മാർക്ക് ലൈഫ് ടൈം ബാൻ ഇപ്പോഴും ഉണ്ട്. പുള്ളിയുടെ ബാൻ 2020 എടുത്ത് മാറ്റി. എന്നിട്ട് പുള്ളി ക്രിക്കറ്റിലേക്ക് ഒരു കംബാക്ക് ഒക്കെ നോക്കി ഡൊമസ്റ്റിക് കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. കാരണം ആ ഒരു പ്രൈം പോയല്ലോ. പിന്നെ പുള്ളിക്ക് ആ ഒരു 27 വർഷം പോയി. അപ്പോൾ പിന്നെ പുള്ളി അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പുള്ളിയെ പിന്നെ ആൾക്കാർക്ക് കുറെ കൂടെ മനസ്സിലായി തുടങ്ങി. പുള്ളി ഒരു ബിഗ് ബോസിൽ പോയായിരുന്നു 2018 എന്തോ ഹിന്ദി ബിഗ് ബോസിൽ. അവിടെ ഫൈനലിസ്റ്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ അതിൽ നിന്ന് കുറെ ആൾക്കാർക്ക് പിന്നെ ഒരു ശ്രീശാന്ത് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ വന്നു. അതല്ല, ഇതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ലൈക്ക് 2015 അങ്ങനെ എന്തോ ആണ് കോടതി സഫീഷ്യന്റ് ആയിട്ടുള്ള ഇതില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുന്നത്. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ പുള്ളിയുടെ കരിയർ ഫുള്ള് പോയി. പുള്ളിയെ കുറിച്ച് ഭയങ്കര ഒരു നെഗറ്റീവ് ഇതായി. പുള്ളിക്ക് ഇനി പിന്നെ പുള്ളിയുടെ ആകെ ഒരു ഇതായുള്ള ക്രിക്കറ്റ് പുള്ളിക്ക് കളിക്കാൻ പറ്റത്തില്ല. സോ അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, അത് ഒരാളുടെ ഒരു കരിയർ ഫുള്ള് അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കുന്ന ഒരു സെറ്റപ്പ്. പുള്ളിയെ സമയത്താണ് നല്ല കത്ത് നിന്നൊരു ആളുമായിരുന്നു, നല്ലൊരു അടിപൊളി പ്ലെയറും ആയിരുന്നു. അപ്പൊ പിന്നെ ഒറ്റ വേറെ ഒരു അലിഗേഷന്റെ പേരിൽ പുള്ളിയുടെ പുള്ളി ഒരാൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എനിക്കൊന്ന് കേരളത്തിലെ കുറെ പിള്ളേർക്ക് ഒത്തിരി ചാൻസസും കാര്യങ്ങളും പുള്ളി ഉള്ളതുകൊണ്ടാണ് ഇപ്പം സഞ്ജു സാംസൺ ആണെങ്കിലും ഒക്കെ ഇവിടെ എത്താൻ ശ്രമിച്ചു. പുള്ളിയാണല്ലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ. എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി രാജസ്ഥാൻ റോയൽസിലായിരുന്നു. പിന്നെ സഞ്ജു ആദ്യം പോകുന്നത് രാജസ്ഥാൻ റോയൽസിൽ. ഇപ്പൊ മലയാളിക്ക് എന്തെങ്കിലും വില ഉള്ളെങ്കിൽ തന്നെ പുള്ളി കാരണമാണ്. അപ്പൊ അത് പറയണം. അല്ലാതെ സഞ്ജു സാംസൺ അറിഞ്ഞു വരുന്നതിന് മുമ്പേ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് അതിലുണ്ടായിരുന്ന ഒരാളാണ് പുള്ളി. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആ ഒരു വേൾഡ് കപ്പിലെ ക്യാച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഹിസ്റ്ററി തന്നെ ക്യാച്ചിലല്ലേ കളി കഴിക്കുന്നത്. ശ്രീശാന്തിന്റെ കളി കഴിക്കുന്നത്. അതുമല്ല പുള്ളി അത് കഴിഞ്ഞ് 2011 വേൾഡ് കപ്പിൽ നമ്മൾ ഓഡിയെ പൊക്കിയപ്പം പുള്ളി 2 കളി കളിച്ചിട്ടുള്ളൂ ശ്രീശാന്ത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത കളി, ഒന്ന് ഫൈനൽ. സോ ബേസിക്കലി എനിക്കൊന്ന് ഫൈനലിലും പുള്ളി എന്തോ പുള്ളിയുടെ എന്തോ ഒരു മാസി പുള്ളി ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എന്തോ എടുത്തായിരുന്നു. ഒരു വിക്കറ്റ് എന്തോ പുള്ളി ആകെ എടുത്തിട്ടുള്ളൂ ഫൈനലിലും. സംഗീത എന്താ തോന്നിച്ചില്ല? എനിക്ക് പേഴ്സണലി ഒരു അകത്തുനിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കത്തില്ല. അത് ഇപ്പോൾ എനിക്കകത്തുനിന്ന് ഫീലിംഗ് ഉണ്ടായിട്ട് അത് ശരിയാവോ തെറ്റോ ആവണമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന പുള്ളി എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്ന പുള്ളി ആക്ച്വലി മേ ബി ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പണ്ട് ഇതിനെപ്പറ്റി കുറേ വീഡിയോസൊക്കെ കാണുമായിരുന്നു.
കാണുന്ന സമയത്തൊക്കെ ഞാൻ ക്രിക്കറ്റിനെ പറ്റി ഭയങ്കര ആക്റ്റീവായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമായിരുന്നു അത്. പുള്ളി ഇത് ചെയ്ത കാരണം പുള്ളിയുടെ ആ സമയത്തുണ്ടായിരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതേ സെയിം സംഭവം വേറൊരു ക്രിക്കറ്ററിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറഞ്ഞ അസറുദ്ദീൻ. പുള്ളിയാണ്ട് ലേറ്റർ സിനിമയൊക്കെ ഇറക്കി. പുള്ളീൻ്റെ കോർട്ടിൽ നിന്ന് പുള്ളി ലീഗലി ഗിൽറ്റി അല്ല എന്ന് പ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി. പുള്ളി ഇങ്ങനെയാണ്, പുള്ളിക്ക് ഓഫർ വന്നായിരുന്നു, പക്ഷേ പുള്ളി അവരായിട്ട് കോളിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത്, പക്ഷേ പുള്ളി അത് ഡിനൈ ചെയ്തായിരുന്നെന്ന്. പുള്ളി ഭയങ്കര വലിയൊരു പ്ലെയർ ആയിരുന്നു. പുള്ളി കോൺസ്റ്റൻ്റ്ലി സെഞ്ചുറി അടിച്ചുകൊണ്ടിരുന്നിട്ട് അടുപ്പിച്ച് എത്രയോ 3-4 കളിയിൽ പുള്ളി ഡക്കിന് ഔട്ടായി. അപ്പോൾ പുള്ളിക്കെതിരെ അലിഗേഷൻ വന്നപ്പോൾ പുള്ളി ആക്ച്വലി ഇവരായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ആ സിനിമയിൽ പുള്ളി കാണിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ പുള്ളി പൈസ ഡിനൈ ചെയ്തു എന്നാണ് പുള്ളി സിനിമയിൽ പറയുന്നത്. ലീഗലി പുള്ളി കാണിക്കുന്ന മൂവിയിൽ പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങിച്ചേനെ. അതുകൊണ്ട് പുള്ളി വാങ്ങിച്ച് പുള്ളി ചെയ്യുമെന്ന് പറഞ്ഞു പോയി. പക്ഷേ ആ കളിയിൽ പുള്ളി എനിക്കൊന്ന് സെഞ്ചുറി അടിച്ചു, അല്ലെങ്കിൽ വലിയൊരു റൺ അടിച്ചത് പുള്ളി പക്ഷേ അതിനൊന്നും ചെയ്യാന്ന് പറഞ്ഞ കളിയിൽ ചെയ്യാന്ന് പറഞ്ഞ കളിയിൽ. പക്ഷേ അതിന് മുമ്പത്തെ കളിയിൽ പുള്ളി ശരിക്കും ഡെക്കിന് പൊട്ടിയായിരുന്നു. ഡെക്കിന് പൊട്ടിയായിരുന്നു. പുള്ളി പുള്ളി പറയുന്ന പുള്ളി വാങ്ങിച്ചായിരുന്നു പൈസ, ബട്ട് ദെൻ പുള്ളി വാങ്ങിച്ചതിന്റെ കാരണം പുള്ളി വാങ്ങിച്ചില്ല വേറെ ആരെങ്കിലും വാങ്ങിച്ചേനെ. അപ്പോൾ പുള്ളി ആ പൈസ വാങ്ങിച്ചിട്ട് പുള്ളി ആ കളിയിൽ നല്ല സ്കോർ എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ആ മൂവി കാണിച്ചത്. നമ്മുടെ കയ്യിൽ അത് നറേഷൻ ബിൽഡിംഗ് ആണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്താ സംഭവം അത് പുള്ളി കോർട്ട് പക്ഷേ ഒഫീഷ്യൽ റൂൾ ചെയ്തു പുള്ളിക്കെതിരെ. കാരണം പുള്ളീനെ പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കൻ ഒരു ക്യാപ്റ്റനെ ആദ്യം പിടിച്ചു. പുള്ളീനെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പുറത്തു വന്ന് പറഞ്ഞു എന്നെ മുട്ടിച്ച് തന്നത് പുള്ളിയാണെന്ന് പറഞ്ഞു, അസറുദ്ദീനാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അസറുദ്ദീൻ പുറത്തു വരുന്നത്, അല്ല അസറുദ്ദീനെ പിടിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം പിടിച്ചു തന്നപ്പോഴാണ് പുള്ളിയുടേത്. പക്ഷെ ബാക്കി നീ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി ടോട്ടൽ 2 ഓവറായിട്ട് പുള്ളി 3 നോ ബോൾ എറിഞ്ഞായിരുന്നു. ആൻഡ് പുള്ളിയുടെ കുറേ ബിഹേവിയറൊക്കെ സസ്പീഷ്യസ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് പുള്ളി ഗിൽറ്റി ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരു അകത്തുനിന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറേ നടക്കുന്നുണ്ട്, ആരും പിടിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ശ്രീശാന്തിന്റെ കേസിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഫാസ്റ്റ് ബോളറാ, നല്ല അടി മേടിക്കുന്ന ബോളറാ. അതായത് ബാറ്റ് കൊണ്ടാ ബോൾ പോവും, കാരണം അത്രയും പേസിലാണല്ലോ എറിയുന്നത്. സോ അപ്പോൾ അത് വളരെ ഓബിയസ് ആണ്. പുള്ളിക്കാരൻ്റെ ഇത് നോക്കി അറിയാം. പുള്ളിക്കാരനെ എപ്പോൾ ഇതാണെങ്കിലും പുള്ളിക്കാരൻ ഒന്നെങ്കിൽ ബാറ്റ് കൊള്ളാണ്ട് മിസ്സായ ആ ബോൾ സ്റ്റമ്പിലായിരിക്കും, ഇല്ലെങ്കിൽ ആ ബോൾ 6 അല്ലെങ്കിൽ 4. സോ അപ്പോൾ അതുകൊണ്ട് 14 റൺ എന്ന് പറയുന്ന ഒരു ഇല്ല റണ്ണ് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതായിരുന്നു ആ ഓവറിൽ 14 റണ്ണ് കൊടുക്കാമെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അവർ പുള്ളിയെ പറഞ്ഞേക്കുന്ന അലിഗേഷൻ. 14 റണ്ണോ അങ്ങനെ എന്തോ സെറ്റപ്പ്. സോ അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു T20 കളിയിൽ 14 റൺ എന്ന് പറയുന്നത്. പക്ഷെ 14 റണ്ണ് കൊടുക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. പുള്ളിക്ക് ഇപ്പൊ സൗകര്യമുള്ള കൊടുക്കാമല്ലോ. പുള്ളി ഇപ്പോൾ എങ്ങനെ എറിഞ്ഞു കൊടുത്താലും ബാറ്റ്സ്മാൻ അടിച്ചില്ലെങ്കിൽ പിന്നെ പുള്ളി ചെയ്യാൻ പറ്റില്ലല്ലോ. പുള്ളിക്ക് ആകെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൂസായിട്ടുള്ള ബോളൊക്കെ എറിഞ്ഞു കൊടുക്കുക, അടിപ്പിക്കുക എന്നുള്ളത് പറ്റുള്ളൂ. പിന്നെ 2 നോ ബോൾ എറിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഓവറിൽ വീണ്ടും നോ ബോൾ എറിഞ്ഞ്. അത് 3ഉം ഇതായിരുന്നു, ലെഗിൻ്റെ ആയിരുന്നു. പക്ഷെ അത് വെച്ചൊന്നും പ്രൂവ് ആകത്തില്ല. പക്ഷേ എന്തായാലും ആ ഒരു കളിയിൽ 3 പ്ലേയേഴ്സിനാണ് അന്ന് അവർക്ക് അലിഗേഷൻ വന്നത്. 3 പേരാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ശ്രീശാന്ത്, അൻകിത് ചവാൻ ആൻഡ് അതിൽ ചണ്ടില. അതിൽ ശ്രീശാന്ത് പുള്ളിയുടെ ഇത് റിഡ്യൂസ് ചെയ്തുള്ളൂ. ലൈഫ് ടൈം വേറൊരു പുള്ളിയുടെ 2021 ലിഫ്റ്റ് ചെയ്തെന്നാണ് കാണിക്കുന്നത്. BCCI ഒഫീഷ്യൽ സംഭവം. ബട്ട് ദെൻ BCCIക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ ഒരാൾക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ധോണിക്കോ കോഹ്ലിക്കോ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്ലെയറിന് ബാങ്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളി കാണുന്ന ഓഡിയൻസിനെ അവർക്കറിയാം. അപ്പോൾ ആ ഒരു പ്ലെയറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് കളി കാണാൻ വരുന്നില്ല എന്ന് പറയും. പിന്നെ അഗെയിൻ അത് പിന്നെ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഫേസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും ബാക്കി പ്ലേയേഴ്സിൻ്റെ അന്നം അല്ലെങ്കിൽ അവരുടെ ഇൻകം അവരുടെ പോക്കറ്റിൽ എത്തുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയും പിന്നെ കളിയുടെ റേറ്റിംഗ് നോക്കാൻ വേണ്ടി അവർക്ക് എന്തായാലും ബാൻ ചെയ്തേ പറ്റത്തുള്ളൂ, കറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അതിനാണ് എനിക്കൊന്ന് ശ്രീശാന്ത് കേസ് നടന്നത്. 2015 കോർട്ട് പറഞ്ഞു ഇനിഫ് എവിഡൻസ് ഇല്ലാന്ന്. ഒഫീഷ്യലി സുപ്രീം കോർട്ട് പറഞ്ഞു എവിഡൻസ് ഇല്ല ഈ 3 പേരെയും അക്യൂസ് ചെയ്യാനായിട്ട്. ബട്ട് ദെൻ BCCI വീണ്ടും കൂടുതൽ സമയം എടുത്തു. ആൻഡ് പുള്ളിയുടെ പ്രൈം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ ബാൻ ലിഫ്റ്റ് ചെയ്തു. കാര്യം അതിന് കാരണമുണ്ട്. കാര്യം അവർക്ക് പുള്ളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറേ പ്ലേയേഴ്സിന് നഷ്ടമാണ്. കാര്യം ആ കളി കാണാൻ ആൾക്കാർ വരത്തില്ല. ആ കളി കാണാൻ ആൾക്കാർ വന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ പുള്ളിയുടെ എനിക്കൊന്ന് നടന്ന സംഭവം ഒരു അൺഫോർച്ചുനേറ്റ് ആണ്. പുള്ളി ആക്ച്വലി ഒന്നും അല്ലായിരുന്നെങ്കിൽ ഒരു പീക്കിൽ നിന്നൊരു പ്ലെയറിൻ്റെ ഒരു കരിയർ അത് എങ്ങനെ തീർത്ത് കളഞ്ഞെന്നുള്ളത് അത് വലിയൊരു കോൺട്രവേഴ്സിയാണ്. ആൻഡ് പക്ഷേ എനിക്കൊന്ന് ശ്രീശാന്ത് പുള്ളി സ്വയത്തിന് വേണ്ടി കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് കേരളത്തിന് വേണ്ടി ഒരു പറഞ്ഞ കുറേ സംഭവങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. സോ കുഡോസ് ടു ദാറ്റ്. സോ ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളുടെ ഒഫീഷ്യൽ റാപ്പപ്പ് ആണ്.
അപ്പം നിങ്ങളുടെ എന്തെങ്കിലും തോട്ട്സും സംഭവം ഒപ്പീനിയനൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറയുക. അതായത് ഈ ടോപ്പിക്ക് ബെൻസ് ഭായ് പറയാത്ത ഒന്നുമില്ല. ബെൻസ് ഭായ്ക്ക് ഈ ടോപ്പിക്ക് അതേ അറിയത്തില്ല. ബെൻസ് ഭായ് ക്രിക്കറ്റ് ഫാൻ അല്ല. ബെൻസ് ഭായ് ഫുട്ബോൾ കുറച്ച് ഫോളോ ചെയ്യുന്ന, കുറച്ച് മിനിമലായിട്ട് ഫോളോ ചെയ്യുന്ന. അല്ല അപ്പോൾ അത് പറയണ്ട, കുഴപ്പമില്ല. അതാണ് സംഭവം. സോ അപ്പോൾ ഞങ്ങൾ റാപ്പപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ആൻഡ് എപ്പിസോഡ് നമ്പർ 8 ഇവിടെ ഒഫീഷ്യലി റാപ്പപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ.